بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. آيات حق من الرحمن محدثة قديمة صفة الموصوف بالقدم، دامت لدينا ففاقت كل معجزته من النبيين إذ جاءت ولم تدم، لها معان كموج البحر في مدده وفوق جوهره في الحسن والقيم، فما تعد ولا تحصى عجائبها ولا تسام على الإكثار بالسأم، إن تتلها خيفة من حد نار لظى أطفأت حر لظى من وردها الشبم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിംകളെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇച്ചിലങ്കോട് പച്ചമ്പളം ഹസരത്ത് ബാവ ഫഖീർ വലിയുല്ലാഹിൽ ഹദറമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സുകൾ ഇരുലോകത്തും ഉപകാരപ്രദമായ അമലുകളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹാനുഭാവന്റെ എല്ലാവിധ മദതും അനുഗ്രഹവും നൽകി ഇരുലോകത്തും ജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, വിശിഷ്യ അടുത്ത ദിവസം മരണപ്പെട്ടുപോയ സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരനടക്കം മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഈ സദസ്സിൻ്റെ ബറക്കത്ത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാവർക്കും ബർസഖിയ ലോകത്ത് എല്ലാവിധ സലാമത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗവും മറ്റു ധാരാളം വിഷമങ്ങളും കാരണം ഈ സദസ്സിൽ പ്രാർത്ഥന കൊണ്ട് അറിയിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഷിഫാവും ഹിമ്മത്തും ഇസ്സത്തും നൽകി സന്തോഷം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. മുസ്ലിങ്ങളായ നാം
മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലുമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മുൻഗാമികൾ സ്വപ്നം കണ്ടിരുന്ന പലതും ഇന്ന് അല്ലാഹു നമുക്ക് നൽകി നമ്മെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നത് മുഴുവനും നമ്മെ ഓരോരുത്തരെയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്ന് ആരും വിചാരിക്കരുത്. അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങൾ കയ്യും കണക്കുമില്ലാത്ത വിധം ചൊരിഞ്ഞു തരുന്നത് പരിശോധിക്കാനാണ്. വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീന വനബ്ലുവ അഖ്ബാറക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ ഏറെ നേരം കരയിപ്പിച്ച ഒരു ആയത്താണ് സൂറത്ത് മുഹമ്മദിലെ ഈ ആയത്ത്. വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കും, പരിശോധിക്കും. നിങ്ങൾ ചോദിക്കുന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി തന്ന് നിങ്ങളെ നാം പരിശോധിക്കും. ജീവിതത്തിൽ ചോദിച്ചിട്ട് കിട്ടാത്തതൊന്നുമില്ല എന്ന് പലരും പറയും. ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച് എനിക്ക് അള്ളാഹു എല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഒരു പക്ഷേ കഴിയില്ല. ഇങ്ങനെയാണ് അള്ളാഹു പരിശോധിക്കുന്നത്. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ. നിങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരാരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയണം. അള്ളാഹുവിന് നേരത്തെ അറിയാം. അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന ആൾക്കും അറിയണം, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. വസ്വാബിരീൻ, ക്ഷമിക്കുന്നവരെയും അറിയാൻ വേണ്ടി. കിട്ടുന്നത് കൊണ്ട് പരിധിയും പരിമിതിയും വിടാതെ ആ അനുഗ്രഹങ്ങൾ യഥാർത്ഥ വഴിയിൽ ഉപയോഗിക്കാനുള്ള നല്ല സന്മനസ്സും നല്ല വഴിയും പ്രാപിച്ച് ക്ഷമയോടെ മുന്നോട്ട് നീങ്ങുന്നവർ ആരാണെന്ന് അറിയാൻ വേണ്ടി. വനബ്ലുവ അഖ്ബാറക്കും. നിങ്ങളുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നാം വിവരിച്ചു തരും, നാം അത് പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ വർത്തമാനങ്ങൾ, നിങ്ങളുടെ എന്തെല്ലാം വർത്തമാനങ്ങളുണ്ട്, വാർത്തകളുണ്ട്, നാം അത് പരിശോധിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. എവിടെയും ആരെയും ഒരു ഉപകരണവുമായി അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ഡയറക്റ്റായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറെ ആഫിയത്ത് അള്ളാഹു നൽകിയോ പരിശോധിക്കാൻ വേണ്ടിയാണ്. ജീവിതം തന്നു, സമ്പാദ്യം തന്നു, സന്താനങ്ങളെ തന്നു, പേരമക്കളെ തന്നു, ജീവിതത്തിന് ഏറ്റവും ഗുണമായി തീരുന്ന ഭാര്യയെ തന്നു, കുടുംബം തന്നു. എല്ലാം പരിശോധിക്കാനാണ്. ഈ പരിശോധനയിൽ ജയിക്കാൻ വിശ്വാസികളെ നമ്മളെല്ലാവരും മുറുകെ പിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ആരെയും ബുദ്ധിമുട്ടാക്കൂല, എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവസാനിപ്പിക്കും. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. ഇത്യാദി വിഷയങ്ങളൊക്കെ വരുമ്പോ, അനുഗ്രഹങ്ങളൊക്കെ വരുമ്പോ നല്ലവണ്ണം ഉണർന്ന് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വലിയ വഴികാട്ടിയെ തന്നിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ സ്വീകരിക്കുകയും കൊണ്ടു നടക്കുകയും വേണം. സൗകര്യങ്ങൾ ഏറെയുണ്ട് എന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. പക്ഷേ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നാം എത്ര പേര് ഖുർആനുമായി അഭേദ്യ ബന്ധം പുലർത്തി? ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത്രയും ടൈം വരെ 10 മണിയാകാറായി. ഇത്രയും സമയം വരെ എത്ര സമയം നമുക്കുണ്ടായിരുന്നു? ഖുർആനുമായി നമ്മൾ ഏത് രൂപത്തിൽ ബന്ധം സ്ഥാപിച്ചു? നമ്മെ വഴി നടത്താൻ അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. തെറ്റിപ്പോകുന്ന വഴിയിൽ നിന്ന് നേർവഴിയിലേക്ക് കൊണ്ടുവരും. ഖുർആൻ കേൾക്കുന്നതിലൂടെ, ഓതുന്നതിലൂടെ, ഖുർആൻ കേൾക്കുന്നതിലൂടെ, ഓതുന്നതിലൂടെ
അതിന്റെ ആശയങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കുന്നതിലൂടെ മഹാകുറ്റവാളികളെയും തെറ്റുകാരെയും അള്ളാഹു നന്നാക്കിയെങ്കിൽ അള്ളാഹുവിന്റെ സുഖങ്ങൾ ഇഷ്ടം പോലെ സംഭരിച്ച് കഴിയുന്ന നമുക്ക് നന്നാകാൻ മറ്റൊരു വഴിയും തേടേണ്ടതില്ല. വിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ നന്നായി ഓതുന്നതിനോടൊപ്പം ആ ഖുർആനിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന അത്രയും കൊണ്ടുവരണം. കഴിയുന്ന അത്ര എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് അപേക്ഷിച്ചല്ല, ഒരു കുടുംബത്തിലേക്ക് അപേക്ഷിച്ചല്ല, കഴിവിന്റെ പരമാവധി സഹിച്ചും ത്യജിച്ചും ത്യാഗം ചെയ്തും എത്രമാത്രം അവന്റെ കൽപ്പനകൾ വിശുദ്ധ ഖുർആനിന്റെ ആജ്ഞകൾ കൊണ്ടുവരാൻ കഴിയും അത്രമാത്രം കൊണ്ടുവരണം. കഴിയൊഴിക്കാൻ പറഞ്ഞത് മുഴുവനും കഴിയൊഴിക്കണം. പുതുതായി പലതും വരും, ഒന്നിന്റെ പിറകിലും പോകാൻ പാടില്ല. വളരെ കർശനമായി പരിശുദ്ധ ഖുർആൻ എതിർത്ത ഒരു വിഷയമാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ചൂഷണം എന്നത്. ചൂഷണവും ചൂതാട്ടവും പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ എത്ര ഉണർത്തിയിട്ടുണ്ട്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്. പിശാച് മദ്യപിക്കുന്നതിലൂടെ, മദ്യപാനം നടത്തിത്തരുന്നതിലൂടെ, വൽമൈസിരി ചൂതാട്ടത്തിലൂടെ പിശാച് ലക്ഷ്യം വെക്കുന്നത് അയ്യസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ യഥാർത്ഥ ബോധത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാനാണ്. വഅനിസ് സ്വലാഹ്, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനാണ്. കുടുംബ കലഹം സൃഷ്ടിക്കാനാണ്. കൂട്ടുകാർക്കിടയിൽ ശിഥിലങ്ങൾ ഉണ്ടാക്കാനാണ്. നിങ്ങൾ എവിടെ പോയാലും ആളുകൾക്കിടയിൽ നിങ്ങളെ കൊണ്ടൊരു പകപോക്കൽ സൃഷ്ടിക്കാനാണ്. പിശാച് ലക്ഷ്യം വെക്കുന്നത് മദ്യപാനത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഇതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അതുകൊണ്ട് പിശാച് ലക്ഷ്യം വെക്കുന്ന ഈ വഴികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. ഇത് ചോദിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, ഈ പണി നിങ്ങൾക്കിനിയും നിർത്താനായിട്ടില്ലേ? നിങ്ങൾക്കിനിയും അവസാനിപ്പിക്കാനായിട്ടില്ലേ? സ്വഹാബത്ത് ഈ രൂപം സ്വീകരിച്ചത് ഏത് രൂപത്തിലാണ്? മദ്യത്തിന് അഡിക്റ്റായി കഴിഞ്ഞിരുന്നവരല്ലേ മുൻകാലമികാമികളായ അവർ. വിവരം എത്തുന്നതിന്റെ മുമ്പ്, ശരിയായ ദിശാബോധം കിട്ടുന്നതിന്റെ മുമ്പ് മദ്യപാനത്തിന് അടിമപ്പെട്ടു എന്ന് മാത്രമല്ല, ഇദാ മിത്തു ഫദ്ഫിന്നീ ഇലാ ജംബി കിർമതീ, ഞാൻ മരണപ്പെട്ടാൽ ഒരു മുന്തിരിവള്ളിക്ക് ചുവട്ടിലാകണം എന്നെ കഫംപുട എന്നെ മറവു ചെയ്യേണ്ടത്. ആ മുന്തിരിവള്ളിയുടെ വേരിലൂടെ കിട്ടുന്ന പുളിപ്പ് ആസ്വദിച്ചിട്ടെങ്കിലും എനിക്കവിടെ കിടക്കാനാണ്. ഇത്രമാത്രം മദ്യപാനത്തിന് അഡിക്റ്റായി ജീവിച്ചിരുന്നൊരു സമൂഹം, ആ സമൂഹത്തെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും പിന്തിരിപ്പിച്ചത്, ഇനി ഒരിക്കലും അത്തരത്തിലൊരു വിഷയത്തിലേക്ക് ആര് പ്രേരിപ്പിച്ചാലും, സൗജന്യമായി തന്നാലും, മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാലും, കുടിക്കണമെന്ന് നിർബന്ധിപ്പിച്ച് ഒരാൾ വാളെടുത്ത് കൊല്ലാനൊരുങ്ങിയാലും ഒരിക്കലും ഞങ്ങൾ അതിലേക്കില്ല എന്ന് പറയും വിധം അവരെ വാറ്റി നിർത്തിയത് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. 3 ഘട്ടങ്ങളിലായിട്ട് ആ വിഷയം പരിസമാപ്തി കുറിച്ചു. ആദ്യഘട്ടത്തിൽ അതിന്റെ ദൂഷ്യവശങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുത്തു. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. നബിയെ, തങ്ങളോടവർ കള്ളിനെ കുറിച്ച് ചോദിക്കും, മദ്യത്തെക്കുറിച്ച് ചോദിക്കും, ചൂതാട്ടത്തെക്കുറിച്ച് ചോദിക്കും.
തങ്ങൾ പറയണം ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ ധാരാളം കുറ്റമുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളും ഉണ്ട്. പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, പ്രയോജനത്തെക്കാളും വലുത് അതുകൊണ്ടുണ്ടായിത്തീരുന്ന ഉപദ്രവമാണ്, കുറ്റമാണ്. ഈ ഒരു അധ്യാപനം ഇറങ്ങിയപ്പോൾ വലിയ ബുദ്ധിമാന്മാരായ കുറെ മാന്യന്മാർ അതിൽ നിന്ന് വിട്ടുനിന്നു. അവരത് വേണ്ടെന്ന് വെച്ചു. ഉപദ്രവമുള്ളത് നമുക്ക് വേണ്ട, കുറ്റകരമായി തീരുന്നതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാലും സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് രണ്ടാമത്തൊരു നിരോധനാജ്ഞ വരുന്നത്, നിസ്കരിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നവരിൽ മദ്യപാനം നടത്തി വന്നു നിൽക്കുന്നവർ ഓതുന്നത് മറ്റൊരു വഴിക്കാണ്, ഖുർആനിലുള്ളത് വേറൊരു വഴിക്കാണ്. ഫാത്തിഹ സൂറത്തും ശേഷം ഓതുന്ന സൂറത്തുകളൊക്കെ തെറ്റിച്ചിട്ടാ ഓതുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ അഅ്ബുദു എന്നുള്ളത്ര ലാ ഒഴിവാക്കിയപ്പോൾ വിശ്വാസം തന്നെ പിഴക്കുന്ന രീതിയിലാണ് ഓതുന്നത്. ഓ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നു എന്നായി ലാ ഒഴിവാക്കിയപ്പോൾ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല. ഇത് പറയേണ്ടടുത്ത് ഒരു ലായും ഒരു മായും കട്ടുപോകുന്നത് ശരിയായ ബോധവും ബുദ്ധിയും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറ, മതോന്മത്തരായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കാൻ പാടില്ല. നിസ്കാരം അല്ലാഹുമായുള്ള മുനാജാത്താണ്. അതിന് നല്ല ബുദ്ധിയും നല്ല ബോധവും വേണം. അപ്പൊ ഒരു പറ്റം ആളുകൾ നിസ്കാരത്തിൽ അത് പറ്റൂലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയത്തും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ആളുകൾ. ചില സംഗതിയൊക്കെ റമളാൻ മാസത്തിൽ അവർ നിർത്തും, പിന്നെ തുടരൂല. റമളാൻ മാസത്തിൽ നിർത്തിയതാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇനി വേണ്ടാന്ന് വെച്ചു എന്ന് പറയും. കുറെ കാശിന് ചെലവാണ്. ഒരു മാസം തന്നെ ഒരു 2000-3000 റുപ്യ ചെലവ് വരും. അതിന്റെ മുന്നിലും പിന്നിലായി ചായയും കടിയും കൂട്ടുമ്പോൾ പിന്നെയും ചെലവ് വരും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അവർ റമളാൻ കൊണ്ട് കിട്ടുന്ന ഒരു മാറ്റങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാറ്റാണ്. നിസ്കാരത്തിൽ അത് വേണ്ട, എന്നാ തീരെ വേണ്ടാന്ന് വെച്ചു. പിന്നെയും അത് പൂർണ്ണമായും നിലച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിൽ ഒരു സൽക്കാരമുണ്ടായി. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ആ സൽക്കാരത്തിൽ ഒരുപാട് സ്വഹാബിമാർ പങ്കെടുത്തിട്ടുണ്ട്. പൂർണ്ണമായും മദ്യനിരോധനം വന്നിട്ടില്ല. നിസ്കാരത്തിൽ പാടില്ല എന്നുള്ള നിയമം വന്നു. എല്ലാവരും അതിൽ നിന്ന് വിട്ടുനിന്നു. തീരെ വേണ്ടാന്ന് വെച്ച വലിയ ബുദ്ധിമാന്മാരായ മാന്യന്മാരായ മഹത്തുക്കളും ഉണ്ട്. ആ സൽക്കാരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം, ഭക്ഷണം കഴിച്ചാൽ അവർ മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മളെപ്പോലെ ചെറിയ ചെറിയ എല്ലുകളല്ല, ഒട്ടകത്തിന്റെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന എല്ലുകളാണ്. ഒരൊട്ടകത്തെ 4-5 പീസാക്കിയിട്ടാ മുന്നിൽ കൊണ്ടുപോയി വെക്കുക. നമ്മളെ ഒട്ടകത്തെ 400 പീസാക്കും. അവരൊരൊട്ടകത്തെ അങ്ങനെ വെക്കും. ഒരാൾക്ക് തന്നെ ഒരു കാല് മൊത്തം, മറ്റേ കാല് മറ്റേ ആൾക്ക്. ഇങ്ങനൊക്കെ അതിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കുന്നവര് നല്ല പിടിച്ചടിക്കാൻ പറ്റിയ എല്ലൊക്കെ മുന്നിലുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ മദ്യം കൊണ്ടുവന്നു, മദ്യം കുടിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരാള് മറ്റൊരാളെ ബാപ്പയെ പറ്റി പറഞ്ഞു. അപ്പൊ അയാൾ സഹിക്കാതെ ഇങ്ങോട്ട് അടിച്ചപ്പോൾ അയാൾ അടിക്കാൻ നീ ആരാന്ന് ചോദിച്ച് വേറൊരാൾ അടിച്ചു. സൽക്കാരം കഴിഞ്ഞു പോകുന്നവർ മൊത്തം തല പൊട്ടി രക്തം ചീറ്റിട്ടാ പോകുന്നത്. എല്ലാവരുടെയും തല പൊട്ടിയിട്ടുണ്ട്. എല്ലുകൊണ്ട് അടി കിട്ടിയിട്ട് മുഴുവൻ ആളുകളെ തലയിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഒരു സംഗതി ഉണ്ടായത് ആ ഒരു മദ്യപാനത്തിന്റെ പേരിലല്ലേ? അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംദി ബയാനൻ ഷാഫിയൻ കാഫിയാ. അല്ലാഹുവേ, മദ്യത്തിന്റെ വിഷയത്തിൽ തൃപ്തികരമായ ഒരു വിശദീകരണം ഞങ്ങൾക്ക് നീ തരണം. എല്ലാവർക്കും മതിയാകുന്ന തരത്തിൽ ഒരു വിശദീകരണം തരണം. അപ്പോഴാണ് അല്ലാഹു 3-ാം ഘട്ട നിരോധനം നടത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ
ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനുകളെ, ഇന്നമൽ ഖംറു, നിശ്ചയം മദ്യപാനം, മദ്യം എന്നത് വൽ മൈസിറു, ചൂതാട്ടവും ചൂഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയം ചൂഷണമായി മാറിയിരിക്കുകയാണ്. കിട്ടുന്നിടത്തുനിന്ന് മുഴുവനും ഹക്കോ ബാത്തിലോ നോക്കാതെ വാരിക്കൂട്ടുന്നതിന്റെ പേരാ ചൂഷണം. ഹക്കാണ് എന്നൊരു ചെറിയ നോട്ടം പോലും ഹക്കല്ല എന്ന് ചെറിയൊരു കരുത്ത് പോലും ഇല്ല. ദുനിയാവല്ലേ, കിട്ടുന്ന വഴിക്ക് പോന്നോട്ടെ എന്ന് കരുതുകയാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്, വളരെ കടുപ്പമേറിയ വിഷയമാണ്. ചൂഷണോപാധികമായി ഒന്നും സമ്പാദിച്ചു പോകരുത്. അള്ളാഹു അതുകൊണ്ടുള്ള ശിക്ഷ ഇവിടെ തീർക്കൂല, പരലോകത്തും ഉണ്ടാകും. അച്ചൂഷണം ചെയ്തത് ഒരു അക്രമമായി മാറിയാൽ അക്രമത്തിന് ശിക്ഷ കൊടുത്തിട്ടല്ലാതെ ചൂതാട്ടം. ഈ നാലിലേതാന്നില്ലാത്തത് എല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവണതകളിൽ ഏറ്റവും വൃത്തികെട്ടതാണ്. റിജ്സും മിൻ അമലി ശൈത്താൻ, മാലിന്യമായതാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, ഈമാനുള്ളവരെ വിളിച്ച് അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി. ഇത് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തിയില്ല. നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഒരു നാട്ട വെച്ച്, ഇങ്ങനെ ഒരു കുറി വെച്ച്, ഒരു കണക്ക് വെച്ച് നീങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഷും റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ശേഷം പഴയ കാലത്തെ കഥ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കുടുംബക്കാരിൽപ്പെട്ട 1-2 ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, തീരപ്രദേശത്തുകൂടെ 2-3 ആളുകൾ കൂട്ടമായി പോകുന്നുണ്ട്. അത് മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് അബൂജഹലും കൂട്ടരും 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുറാഖത്ത് പറഞ്ഞു, അത് അവരൊന്നും ആകൂല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും സന്ദർശനത്തിനൊക്കെ വന്ന ആൾക്കാർ പോകുമായിരിക്കും. സുറാഖത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് അവരാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരെ പിടികൂടിയിട്ട് ഈ ഇനാം എനിക്ക് കിട്ടണം. അത് അവരാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ കേട്ട ആളുകൾ പോയി പോകും, അപ്പൊ എനിക്ക് ഇനാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് അവരൊന്നും ആകൂല, അത് വേറെ ആരെങ്കിലുമൊക്കെ മക്കയിലേക്ക് വന്ന് അങ്ങനെ പോകുമായിരിക്കും. ചിലപ്പോൾ സന്ദർശനത്തിന് വന്ന ഏതെങ്കിലും ആളുകളായിരിക്കും, അവർ തീരപ്രദേശത്തൂടെ നടക്കുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ശരിക്കും ഉറപ്പുണ്ട് അവരാണ്. ഞാൻ ലക്ഷ്യം വെച്ചു, എന്റെ വീടിന്റെ മറുഭാഗത്തുള്ള ചുമരിന്റെ പിന്നിലേക്ക് എന്റെ അടിമയോട് ഞാൻ പറഞ്ഞു, കുതിരൻ അങ്ങോട്ട് കൊണ്ടുപോവാ. നാം എന്നുള്ള കൊള്ളി ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല. പക്ഷേ അപ്പോഴും എന്റെ മനസ്സിൽ കൂടുതൽ തികട്ടി വരുന്നത്, ആ ഒട്ടകം മുഴുവനും പോകൂലേ? ഞാൻ ഈ നറുക്കും കണ്ടിരുന്നാൽ എനിക്ക് ഒട്ടകം കിട്ടൂലല്ലോ. കണക്കൊക്കെ തെറ്റിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് തന്നെ യാത്ര ഞാൻ ആരംഭിച്ചു. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴേക്ക് എന്റെ ഒട്ടകത്തിന്റെ കാലുകൾ, അതിന്റെ കൈകൾ അല്പഭാഗം അതാ തായോട്ട് പൂന്തിപ്പോയി, തായോട്ട് താന്നുപോയി. ഞാൻ അതിന്റെ കുതിരപ്പുറത്ത് നിന്ന് ഞാൻ വീണുപോയി. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയുന്നില്ല, വല്ലാത്തൊരു പേടിയുണ്ട്. പിന്നെയും ഞാൻ നറുക്കിട്ട് നോക്കി, അപ്പോഴും നറുക്കി വീഴുന്നതില്ല, പോകുന്നത് ഖൈറില്ല. പക്ഷേ ഖൈറില്ല എന്നുകൊണ്ട് മതിയാക്കുന്നുണ്ടോ? എത്ര ഒട്ടക കിട്ടാൻ പോകുന്നത്? അത് പിന്നെയും ചുറ്റിക്കൂട്ടി ഞാൻ എന്റെ ആവനാഴിയിലിട്ട് പിന്നെയും യാത്ര തുടർന്നു. 2ാമത്തെ ഘട്ടത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മിനിറ്റ് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലത്തും ഇടത്തും ഒക്കെ മാറി മറിഞ്ഞു നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് പോവുകയാണ്. പിന്നെയും എന്റെ കുതിരന്റെ കാല് തായോട്ട് വീണുപോയി. നേരത്തെ പൂണ്ടതിനേക്കാൾ കൂടുതൽ തായോട്ട് പോയി. ഞാൻ അതിന്റെ പുറത്തുനിന്ന് തെറിച്ചു വീണു. എനിക്ക് വല്ലാതെ പേടിയായി പോയി. ഞാൻ വിളിച്ചു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിളിച്ചു. അവരെന്റെ വിളി കേട്ടു. വിളി കേട്ടവര് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ കുതിര നേർക്ക് നേരെ എണീറ്റിട്ടുണ്ട്. ഞാൻ അതിനങ്ങോട്ടും ഇങ്ങോട്ടും തെളിച്ചത് എണീറ്റു. ഞാൻ അതിന്റെ പുറത്ത് പിന്നെയും കയറി, പിന്നെയും യാത്ര തുടരുകയാണ്.
അവരെ പിടിക്കാൻ വേണ്ടിയാ പോകുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ മുമ്പെങ്ങും താന്നുപോകാത്ത രൂപത്തിൽ മുഴുവനായി കൈയും കാലും താഴോട്ട് താന്നുപോയി. ഞാൻ അവരെ സഹായത്തിന് വിളിച്ചു, നിങ്ങൾ എനിക്ക് അഭയം തരണം, ഇനി ഞാൻ നിങ്ങളെ പിന്നാലെ വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം കൊടുത്തു. എനിക്ക് നിങ്ങൾ അഭയത്തിന്റെ ഒരു എഴുത്ത് തരണം. കാരണം സുറാഖത്ത് ബിൻ മാലിക് ജുനൂഷം പറയാണ്, എനിക്കപ്പോൾ തന്നെ ഉറപ്പായി ഇവര് പോക്ക് പോയിട്ട് മദീനയിലെത്തിയാൽ ഇവര് വിജയിക്കുമെന്നല്ല, ഇവർക്ക് ആൾബലം കൂടി വരും. കുറച്ചു കാലം കഴിഞ്ഞിട്ട് മക്കയിലേക്ക് തിരിച്ചു വരും. ആ വരുന്ന സമയത്ത് എനിക്കൊരു ഇടങ്ങേറും ഉണ്ടാകരുത്. അതുകൊണ്ട് എനിക്കൊരു സുരക്ഷിതത്തിന്റെ എഴുത്തെഴുതി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ എഴുത്തുമായിട്ട് പോകുമ്പോൾ സുറാഖത്ത് ബിൻ മാലിക് ചോദിച്ചു, ഭക്ഷണം വേണോ? എന്റെ കൂടെയുണ്ട്. വെള്ളം വേണോ? എന്തും എന്റെ കൂടെയുണ്ട്. ഞാൻ യാത്രക്ക് വേണ്ടി ഒരുങ്ങി വന്ന ആളാണ്. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ഞങ്ങളെ കാര്യം നിങ്ങൾ ആരോടും പറയരുത്. ഞങ്ങൾ ലക്ഷ്യം വെച്ച് വരുന്നവരെ നിങ്ങൾ മടക്കി വിടണം. സുറാഖത്ത് ബിൻ മാലിക് പറയുകയാണ്, യാത്രക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ യാത്ര ശരിയാണോ അല്ലേന്ന് പരിശോധിക്കാൻ വേണ്ടി ചില ലക്ഷണങ്ങൾ നോക്കുന്ന പതിവുണ്ടായിരുന്നു. ആ ലക്ഷണത്തിൽ എനിക്ക് 3 പ്രാവശ്യം നോക്കിയപ്പോഴും തെറ്റാണ് നാം മനസ്സിലായത്. എന്നിട്ടും ഞാൻ മുന്നോട്ട് കുതിച്ചു ദുനിയാവിന്റെ മോഹം കൊണ്ട്. പിന്നീട് സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജൂഷും റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. സഹോദരങ്ങളെ, ആ സുറാഖത്ത് ബിൻ മാലിക് നോക്കിയതുപോലത്തെ പരിപാടി അന്നത്തെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ നോക്കിയതുപോലത്തെ ലക്ഷണം നോക്കുന്ന ഏർപ്പാട് ഇന്നും ഉണ്ട്. അനങ്ങിയതിനും തൊട്ടതിനും മുഴുവനും എല്ലാ സംഗതികളും നോക്കുന്ന ഏർപ്പാടുണ്ട്. എന്നിട്ട് അതിൽ വിശ്വസിച്ച് നടക്കുന്ന കുറെ സാധുക്കളും ഉണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ മുന്നിൽ കണ്ടു ഒരു കറുത്ത നായനെ കണ്ടപ്പോ ഇവൻ പറയാണ്, ഇന്നത്തെ ജോലി ശരിയാകൂല. കാരണം മുന്നിൽ കണ്ടത് കറുത്ത നായയാണ്. അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ. ഇവന്റെ കേടൊന്നും ഇവൻ ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ജോലി ശരിയാകൂല. ഇന്ന് വണ്ടി ഓടാൻ പോയാൽ കാശ് കിട്ടൂല. ഇന്നത്തെ കച്ചവടത്തിൽ ലാഭം കിട്ടൂല. കാരണം പൂച്ച മുന്നിലൂടെ ഓടിപ്പോയി, നായ മുന്നിൽ കണ്ടുപോയി. അല്ലെങ്കിലോ ഈ മനുഷ്യനിൽ ഉള്ള ചില ശകുനങ്ങളുണ്ട്, ദുർലക്ഷണങ്ങളുണ്ട്, അത് നോക്കുന്നില്ല. സുബഹി നിസ്കരിക്കാത്തവനാണ് ഈ വിഷയം നോക്കുന്നത്. അവൻ ഏറ്റവും വലിയ ലക്ഷണക്കേടും നിസ്കരിക്കാത്ത തന്നെ. സുബഹി നിസ്കരിക്കാതെ പോകുന്നതിന്റെ അവന്റെ ഏറ്റവും വലിയ ലക്ഷണക്കേട്. പിന്നെ നായനെ കുറ്റം പറയേണ്ട ആവശ്യം എന്തിനാ? പൂച്ചനെ പറയേണ്ട ആവശ്യം എന്തിനാ? അതിലേറ്റവും മികച്ചു നിൽക്കുന്നതാണ് ഹംറും ചൂതാട്ടവും. ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് മുഴുവനും കള്ളിന്റെ പീപ്പകൾ റോട്ടിലേക്ക് വലിച്ചിട്ടു. മദീനയിൽ കള്ള് ചാലിട്ടൊഴുകിയ ദിവസമാണെന്ന് അള്ളാഹു ചോദിക്കുന്ന ചോദ്യത്തിന് സ്വഹാബത്ത് മൊത്തം പറഞ്ഞു, ഇൻതഹൈനാ യാ റബ്ബ്, ഇൻതഹൈനാ യാ റബ്ബ്, റബ്ബേ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇനി മേലാൽ ഒരു മദ്യത്തിലേക്ക് ഞങ്ങളില്ല, ചൂതാട്ടത്തിലേക്ക് ഞങ്ങളില്ല, പന്തയം വെക്കലിലേക്ക് ഞങ്ങളില്ല. അവരാ പ്രവർത്തനം മുഴുവനും നിർത്തലാക്കി. എന്നാ സഹോദരങ്ങളെ, എന്റെ ഉമ്മത്തിന്റെ അവസാനം വരുന്നവർ മദ്യപാനം ഹലാലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിശയത്തോടെ സ്വഹാബത്ത് ചോദിച്ചില്ലേ, നബിയെ എങ്ങനെയാണ് ആ ഉമ്മത്ത് മദ്യത്തെ ഹലാലാക്കുക? ഫഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, എല്ലാം അല്ലാഹു വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാനാ ഉദ്ദേശിക്കുന്നത്, ക്രോധമുണ്ടാക്കാനാണ്, പകവീട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽ ഖംദി വൽ മൈസിരി, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും. കൊലപാതകങ്ങളെ പിന്നിലുള്ള വിഷയം പരിശോധിച്ചു നോക്കൂ. ഏറെയും കാണുന്നതിന്റെ താല്പര്യം എന്താണ്? മകനെ കൊന്നതും, ഭാര്യയെ കൊന്നതും, ബാപ്പയെ കൊന്നതും, ഉമ്മയെ കൊന്നതും, ഉമ്മാമയെ കൊന്നതും, ഉപ്പാപ്പയെ കൊന്നതും. അതുകൊണ്ടുണ്ടായ ദുരന്തം ചെറുതൊന്നുമല്ല. ഇന്നും തീരാത്ത ശൈഥില്യങ്ങളല്ലേ അതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓ സഹോദരന്മാരെ, മക്കൾ അതിൽ നിന്ന് അകറ്റി നിർത്താൻ, ചെറുപ്പക്കാരെ അതിൽ നിന്ന് മാറി നിൽക്കാൻ
അള്ളാഹു നമുക്ക് നൽകിയ വഴികാട്ടി പരിശുദ്ധ ഖുർആനാണ്. ഖുർആനുമായി അഭേദ്യ ബന്ധമുള്ളൊരു മനുഷ്യൻ, അത് പഠിക്കുന്ന ബന്ധമുണ്ട്, ഓതുന്ന ബന്ധമുണ്ട്, അതിന്റെ ആജ്ഞകൾ സ്വീകരിക്കുന്ന ബന്ധമുണ്ട്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അബദ്ധസഞ്ചാരിയാകൂല. നേർക്ക് നേരെയുള്ള ദിശയിലേക്ക് ഖുർആൻ വഴി നടത്തും. മുൻഗാമികളെ മുഴുവനും വഴി നടത്തിയത് ഖുർആനല്ലേ? എത്ര ശത്രുക്കളെയാണ് വിശുദ്ധ ഖുർആൻ സുന്ദര പാന്താവിലേക്ക് കൊണ്ടുവന്നത്. മലിനമായി കടന്നിരുന്ന എത്ര മനസ്സുകളെയാണ് ഖുർആൻ സംസ്കരിച്ചത്. എത്ര ഗോത്രങ്ങളെയാണ് നന്നാക്കിയത്. എത്ര മോശപ്പെട്ട ആളുകളെയാണ് സന്മാർഗത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. എല്ലാറ്റിനും മുന്നിൽ നിന്നത് ഖുർആനാണ്. ആ ഖുർആൻ ഉണ്ടായിരിക്കെ ആ ഖുർആൻ കൊണ്ട് വേണ്ടതുപോലെ മാർഗം സ്വീകരിക്കാതെ നമ്മളെ ഇഷ്ടം പോലെ ജീവിച്ചാൽ, ഖുർആനുമായി ബന്ധമില്ലാതെ കഴിഞ്ഞാൽ, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതിപ്പെടുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. തങ്ങൾ ആഖിറത്തിൽ പറയുന്ന ഒരു പരാതി എന്താണെന്നറിയോ നിങ്ങൾ? ഖുർആൻ സ്വീകരിച്ച് വേണ്ടവണ്ണം സ്വീകരിച്ച് അന്നത്തെ ആളുകൾ സ്വഹാബിമാരടങ്ങുന്ന വലിയ സമൂഹം മദ്യവും ചൂതാട്ടവും പന്തയവും ചൂഷണവും എല്ലാം നിർത്തി. പിന്നെ അതിന്റെ ചെറിയൊരു പൂതി പോലും അവർക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ സമുദായം അത് ഹലാലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. കള്ളവർ കുടിക്കും, പക്ഷെ പേര് മാറ്റി പറയും. ഇന്ന് നമ്മൾ കാണുന്നതാണ്. ഇനി അടുത്ത കൊല്ലത്തെ പുതിയ ഒരു പ്രവചനത്തിന്റെ പ്രഖ്യാപനം പറയല്ല, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഉസ്താദേ, ഇത് ഹംറല്ല, നിങ്ങൾ ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞല്ല, ഇത് ആൽക്കഹോളാ. അല്ലെങ്കിൽ ഇതിന് ഹംറ് എന്ന് പറയില്ല, അത് ബീറാണ്, വിസ്കിയാണ്, ബ്രാൻഡിയാണ്. പിന്നെ കുറെ പേര് വേറെ. ഞങ്ങനെ കുട്ടിക്കോളൂ, എത്ര പേരുണ്ട്. മൂത്രത്തിൽ നിന്ന് വരെ ഹംറ് കണ്ടെടുത്ത് ഏറ്റവും പെട്ടെന്ന് ചെലവായത് ആ മദ്യമാണത്ര. രണ്ട് വസ്തുക്കൾ വീട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഒന്ന് അസ്വലാ, നിസ്കാരമാണ്. നിസ്കാരമില്ലാത്ത വീട്ടിൽ താമസിക്കുന്നത് ബറക്കത്തിന്റെ കുറവാണ്. നിസ്കാരമാണ് വീടിന്റെ വെളിച്ചം, നിസ്കാരമാണ് വീടിന്റെ സൗന്ദര്യം. പുരുഷന്മാര് പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞിടത്തും സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പുരുഷന്മാർ വീട്ടിൽ വെച്ച് നിർവഹിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? എന്തിനാണത്? അവരുടെ നിസ്കാരത്തിന്റെ ബറക്കത്ത് ആ വീട്ടിൽ കിട്ടാനാണ്. ഫർള് നിസ്കാരത്തിന് അവർ പള്ളിയിലേക്കാണ് വരേണ്ടത്. സുന്നത്ത് നിസ്കാരങ്ങളോ വീട്ടിൽ വെച്ച് നിർവഹിക്കണം. 11 റക്അത്ത് വിത്റും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് വീട്ടിൽ വെച്ചാണ്. മണിക്കൂർ കണക്കിന്റെ നേരത്തെ നിസ്കാരമാണ്. എന്തൊരു സൗന്ദര്യമാണ് ആ ഭവനങ്ങൾക്ക്. ആ ഭവനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ലക്ഷങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? മദീനയിൽ ഒരു വീടല്ലേ ബാക്കി വെച്ചിട്ടുള്ളൂ, ഹുജ്റത്തു ഷരീഫ, ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്. ബാക്കി 8 വീടുകൾ അതിനോട് ചേർന്നത് ഇന്ന് ഇത്തികാഫിന്റെ സ്ഥിര കേന്ദ്രമാണ്. നിസ്കാരത്തിന്റെയും പ്രാർത്ഥനയുടെയും ഖുർആനോത്തിന്റെയും നസീഹത്തിന്റെയും മജ്ലിസുകളാണ്. ഒന്നും നഷ്ടമില്ല. കാരണം അന്നത്തെ കാലത്ത് ആ സ്ഥലം ഉപയോഗപ്പെടുത്തിയത് നിസ്കാരത്തിനാണ്, ഖുർആനോദാനാണ്. വീട്ടിൽ വെളിച്ചം വേണോ? ഖുർആനോത്ത് വേണം. രാവിലെ തന്നെ ഉപ്പമാരെ നിങ്ങൾ എണീക്കുക. ഉപ്പയും ഉമ്മയും കുടുംബക്കാര് മൊത്തം അതേ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവർ പോവുക. പോയി വീട്ടിലേക്ക് വരിക. വീട്ടിൽ വെച്ച് ഖുർആൻ സുന്ദരമായി എല്ലാവരും ഓതുക. അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അക്സിറൂ തിലാവത്തൽ ഖുർആനി ഫീ ബുയൂത്തിക്കും, അക്സിറൂ തിലാവത്തൽ ഖുർആനി ഫീ ബുയൂത്തിക്കും. ഖുർആനോത്ത് നിങ്ങളെ ഭവനങ്ങളിൽ നിങ്ങൾ കൂടുതലാക്കണം. എവിടെ എല്ലാവിധ സൗകര്യവും സംവിധാനവും അല്ലാഹു തന്നു. ചിലപ്പോഴൊക്കെ വലിയ സങ്കടം തോന്നിപ്പോകാണ്. ഇന്ന് എത്രത്തോളം നമ്മുടെ വീട്ടിൽ ഖുർആനോത്ത് മുടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, പേടിയല്ലേ? ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ട് ചെറ്റക്കുടിലിന്റെ ഉള്ളിലിരുന്നിട്ട് ഖത്മോദി തീർത്തവർ,
ഒരു ചെറിയ കൂരയുടെ ഉള്ളിലിരുന്നിട്ട് ആയിരക്കണക്കിന് ഖത്തം തീർത്ത ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. കാണാൻ പറ്റുമോ നമ്മളെ കണ്ണുകൊണ്ടവരെ? കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർഗീയ സമാനമായ സൗകര്യങ്ങൾ അല്ലാഹു തആല തന്ന നമ്മുടെ ഭവനങ്ങളിൽ ഒരു ദിവസം ഒരു ജുസ്ഇന്റെ ഖുർആനോത്തെങ്കിലും നടക്കുന്നുണ്ടോ? മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച്, മെഴുകുതിരി കത്തിച്ചു വെച്ച്, ചൂട്ട് കത്തിച്ചു വെച്ച് ഒരു മാസമാകുമ്പോഴേക്ക് 2ഉം 3ഉം ഖത്മ് തീർത്ത മഹാന്മാർ. സുബ്ഹാനല്ലാഹ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഖത്മ് തീർത്ത എണ്ണം പറയുമ്പോ നാളെ ഷാഫി ഇമാം തങ്ങളെ പിന്നാലെ പോയി നിൽക്കാൻ ഷാഫി മദ്ഹബുകാരെ വിളിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും അതിൽ യോഗ്യത വേണ്ടേ? ജീവിതകാലം മൊത്തം കഴിച്ചുകൂട്ടിയിട്ട് 1% യോഗ്യതയില്ലാതെ അവിടെ പോയി നിൽക്കാൻ നാണം തോന്നൂലേ? മൊത്തം ജീവിച്ച 54 കൊല്ലമാണെങ്കിൽ അതിൽ നിന്നൊരു 7 കൊല്ലം നിങ്ങൾ മൈനസ് ചെയ്യൂ. അത് കുട്ടിക്കാലത്ത് ഖുർആൻ പഠിക്കുന്ന കാലം വരെ. ബാക്കി 10-47 വർഷം മുഴുവനും ഓതിയ ഖുർആനിന്റെ ഖത്മിന്റെ കണക്ക് 20,000-ലധികമാണ്. 1% ഉണ്ടെങ്കിലല്ലേ യൗമനദു കുല്ല ഉനാസിൻ ബിഇമാമിഹിം, ഓരോ വിഭാഗത്തെയും അവരെ ഇമാമിലേക്ക് നമ്മൾ ചേർത്ത് വിളിക്കും. അതിനൊരു തഫ്സീർ ഉണ്ട്. യാ ഷാഫിയു ഷാഫിക്കാരാ, യാ ഹനഫിയു ഹനഫിക്കാരാ, യാ ഹംബലിയു ഹംബലിക്കാരാ, യാ മാലിക്കിയു മാലിക്കുകാരാ. ആ ഇമാമിങ്ങളെ പിന്നാലെ ഒന്ന് പോയി നിൽക്കാൻ, മുഖറബീങ്ങളൊക്കെ നിന്നിട്ടവരെ പിന്നാലെ നിൽക്കാൻ യോഗ്യതയുണ്ടോ? കാലമത്ര കഴിഞ്ഞു. ഒരു വീടിന്റെ ഉള്ളിൽ 40 ആളുകൾ താമസിച്ചാലും പഴയ കാലത്ത് അനൈക്യങ്ങളില്ല. ഉണ്ടോ? പഴയ തറവാട് വീടുണ്ടോ? അവിടെ എവിടെങ്കിലും പഴയ കാലത്ത് തറവാട് വീടുണ്ടോ? പൊളിക്കപ്പെടാത്ത തറവാട് വീടുകളുണ്ടോ? അപൂർവമായിരിക്കും. ആ തറവാട് വീടിൽ ഒരു 5-6 വിശാലമായ റൂമുകൾ ഉണ്ടാവും. 5 മക്കളും ആ വീട്ടിൽ, അവരെ ചെറിയ മക്കളും, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഏകദേശം ഒരു 10-25 അംഗങ്ങൾ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കാരം നിർവഹിച്ചിരിക്കുന്ന വീട്ടിലെ നെടുംതൂണുകളായ ബാപ്പയും ഉമ്മയും. ഒരാൾ ഖുർആൻ പിടിച്ചിട്ടുണ്ട്, മറ്റേ ആൾ ഒരു പക്ഷേ തസ്ബീഹ് അല്ലെങ്കിൽ ഏട് പിടിച്ചിട്ടുണ്ടാവും. മക്കളും പേരമക്കളും എല്ലാവരും ഖുർആൻ ഓതാണ്. ജോലിക്ക് പോകേണ്ടവരുണ്ട്, മദ്രസയിൽ പോകേണ്ടവരുണ്ട്, സ്കൂളിൽ പോകേണ്ടവരുണ്ട്. എല്ലാവരും ഖുർആൻ ഓതിയിട്ട് ജീവിതം തുടങ്ങുകയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ വീട്ടിൽ താമസിക്കാൻ തന്നെ വലിയ സുഖ. അവിടെ കിടന്നുറങ്ങിയാൽ തന്നെ നല്ല പൊരുത്ത. ഒരാളും കണ്ടുകൂടാത്തില്ല. അവിടെ അമ്മായിമ്മ പോരില്ല, നാത്തൂൻ പോരില്ല, ഒരു പോരുമില്ല. അന്നത്തെ കാലത്ത് എന്തൊരു സ്വഭാവ, എന്തൊരു സുഖായിരുന്നു, എന്തൊരു സന്തോഷായിരുന്നു. പക്ഷെ ആ സൗന്ദര്യത്തിന്റെ ഒരു കുറവ് കൊണ്ട് നിങ്ങൾ നോക്ക്, 4 ആള് താമസിക്കുന്ന ഒരു റൂമിൽ പോലും മനസ്സമാധാനമല്ല, ഒരു വീട്ടിൽ പോലും. എന്താണ് KL 14 W9860 എന്നുള്ള വണ്ടി മാറ്റി കൊടുക്കാം, മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പൊ ഖുർആനോത്തിന്റെ ഗൗരവം ചെറുതല്ല. വീടുകളിൽ ഖുർആനോത്ത് അധികരിപ്പിക്കണം. ഫൈനൽ ബൈത്തല്ലദീ ലാ യഖറഉ ഫീഹി ഖുർആൻ, ഫൈനൽ ബൈത്തല്ലദീ ലാ യഖറഉ ഫീഹി ഖുർആൻ, ഖുർആൻ ഓതപ്പെടാത്ത ഭവനം യഖില്ലു ഖൈറുഹു, നന്മ കുറയും, വയക്സുറു ശർറുഹു, എടങ്ങേറ് വർദ്ധിക്കും, വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് സങ്കുചിതത്വ മനോഭാവം വരും. പരസ്പരം കണ്ടുകൂടാ, ഒരാൾക്കൊരാളെ പിന്തുടർന്നുകൂടാ, ഒരാൾക്കൊരാളെ സമ്മതിച്ചുകൂടാ. പരസ്പരം മനസ്സിന് ഇടുക്കം വന്നുപോയി. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് മാനവലോകത്തിന് വഴികാട്ടി, മനുഷ്യകുലത്തിന് വഴികാട്ടി ഖുർആനാണ്. എല്ലാ കാലത്തും വഴികാട്ടിയായി അള്ളാഹു നൽകിയ ഖുർആൻ വഴികാട്ടുന്നതിന്റെ ഒരു രംഗമാണ് അതിന്റെ പാരായണം, അതിന്റെ ഓത്ത്. ഖുർആനോത്ത് കുറഞ്ഞുപോയി, അത് കുറക്കാൻ പാടില്ല. റമളാനു ശരീഫ് ഇതാ അടുത്ത് വരാനായി 2 മാസം കൂടി കഴിഞ്ഞാൽ
എന്നാണ് ഖത്മ് തീർത്തത് എന്ന് ചോദിക്കുമ്പോ 90% ആളുകളും പറയുന്നത് കഴിഞ്ഞ റമളാനിലാണ് ഒരു ഖത്മൊക്കായത്, ഇനി ഒരു ഖത്ം തീർക്കണമെങ്കിൽ അടുത്ത റമളാന് വരണം. നഊദു ബില്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 40 ദിവസത്തെക്കാളും ഖത്മ് പിന്തിക്കുന്നത് കറാഹത്താണ്. എത്ര ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ഖുർആനിന്റെ ഒരു ഖത്മ് തീർക്കാൻ 2, 3, 4 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നതിനിടക്കാണ് ഖുർആന്റെ ഖത്മ് തീർക്കുന്നത്. അതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞിരുന്നതല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും ഒരു ഖത്മ് തീർക്കുമ്പോ നിങ്ങളാരും കരുതി പോകണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റ ഓത്തങ്ങ് ഓതാണ്. അല്ല, രാവിലെ മുതൽ ഉച്ച വരെ നീണ്ടു നിൽക്കുന്ന ദർസാണ്. ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കൃഷിയിടത്തിലാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷയങ്ങളിൽ മുഴുകുകയാണ്. മഗ്രിബായി കഴിഞ്ഞാൽ വീണ്ടും പള്ളിയിലേക്ക് എത്തുന്നു, വീണ്ടും കിതാബുമായി ബന്ധം പുലർത്തുന്നു, കുറഞ്ഞ നേരം ഉറങ്ങുന്നു, പിന്നെ നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ട പരിശുദ്ധമായ ജീവിതം 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഒരു ഖത്മ് ഓതി തീർക്കുന്നത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർക്ക് ത്വയ്യുസ്സമൻ, കാലം ചുരുട്ടി കിട്ടുക എന്നുള്ള ഒരു വലിയ ബറക്കത്ത് ഉണ്ടെങ്കിലും സഹോദരന്മാരെ, ഒരു ചെറിയ ശതമാനത്തിന്റെ അളവ് പറഞ്ഞാൽ ഒരു ജുസ് ഓതാൻ സമയമില്ലാത്തവര് നമ്മളെ കൂട്ടത്തിൽ ആരും ഇല്ല. ചിലര് യാസീൻ കൊണ്ട് മാത്രം മതിയാക്കും. ഇങ്ങനെ ഈ ഖത്മ് തീർക്കുന്ന മഹാന്മാര് രാത്രി ഓതേണ്ട സൂറത്ത് വേറെ ഓതും, പകൽ ഓതി പതിവായത് അതും വേറെ ഓതും. അതൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ തന്നെ ഓതുന്നുണ്ട്. രാത്രി ഓതൽ സുന്നത്തായി രാത്രിയും പകലും ഓതൽ കണ്ടത് അവർ വേറെ ഓതുന്നുണ്ട്. കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് മുസബ്ബിഹാത്ത് മുഴുവനും ഓതിയിട്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുള്ളത്. ഒരൊറ്റ ദിവസം സൂറത്തുൽ വാഖിയ ഓതാതെ സ്വഹാബത്ത് ഉറങ്ങൂല, തബാറക സൂറത്ത് ഓതാതെ ഉറങ്ങൂല, സജ്ദ സൂറത്ത് ഓതാതെ ഉറങ്ങൂല, അർറഹ്മാനും ഇദാ വഖാതിമുൻ ഓതാതെ ഉറങ്ങൂല. എന്തേ കാരണം? അതൊക്കെ ഓതൽ സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിച്ചു. ആ ഖുർആനുമായുള്ള ഒരു വലിയ കണക്ഷൻ കുറവായതുകൊണ്ട് നമ്മുടെ സമൂഹം പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു, തെറ്റായ മാർഗങ്ങളിൽ സുഖാസ്വാദനം കണ്ടെത്തുന്നു. പെണ്ണിന്റെ പിന്നാലെ പോയവർ അതിൽ നിന്ന് മടങ്ങിയത്, മദ്യത്തിന്റെ പിന്നാലെ പോയവർ അതിൽ നിന്ന് മടങ്ങിയത്, സംഗീതത്തിന്റെ പിന്നാലെ പോയവർ അതിൽ നിന്ന് മടങ്ങിയത് ഗതകാല ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. സഹോദരങ്ങളെ, അത് പഠിക്കുന്നതിനപ്പുറം അതിനോടൊരു ടച്ച്, പാരായണം ചെയ്തിട്ട് ഓതിയിട്ടുള്ള ഒരു താല്ലുക്ക് ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ചിലര് പറയും, അത് ഓതാൻ അറിയില്ല, പഠിക്കണം. പഠിക്കാതിരിക്കുന്ന വീഴ്ച. ബാക്കിയെല്ലാം പഠിച്ചിട്ടും ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വലിയ വീഴ്ച. ഓത്തെങ്കിലും അറിയണം, കാണാതുള്ള അവിടെ നിൽക്കട്ടെ, ഓത്തെങ്കിലും അറിയണം. ഇത്രയും കാലം നീ എന്തെല്ലാം പഠിച്ചു? ഞാൻ മറ്റേ പഠനം പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു. അറിയാത്തതെന്താ? അറിയാത്തതൊന്ന്, ഖുർആൻ ഓതാൻ അറിയില്ല. അത് വലിയൊരു പരാജയമാണ്. അതിന് പ്രിയപ്പെട്ട ഉപ്പമാരെ, ഞങ്ങൾക്ക് പ്രായം കൂടുതലായില്ലേ? പ്രായം കൂടുതലായാലും പഠിക്കാം. പ്രായത്തിന് കണക്കൊന്നുമില്ല, പഠനത്തിനാരാ പ്രായത്തിന് കണക്ക് പറഞ്ഞ്? അപ്പൊ ഒരു മടി തോന്നൂലേ? എത്രയോ സ്ഥലങ്ങളിൽ 40 വയസ്സായവർ, 50 വയസ്സായവർ, 60 വയസ്സായവർ ഖുർആൻ പഠിച്ച്. ഞാനിപ്പോ അടുത്ത് കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സ്ഥലത്ത് പോയല്ലോ, കർണാടകയിൽ തന്നെ ഒരു ഭാഗത്ത്. അവിടെ പ്രായമുള്ളവർക്ക് ഖുർആൻ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അപ്പൊ എത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാരാ പഠിച്ചു നിൽക്കുമ്പോ ഒക്കെ 45 വയസ്സിനുള്ള ആൾക്കാർ. ഇപ്പോ ഈ സമാനിലാ പറയുന്നത്, അവർ പഠിച്ചൊരു ഖത്മ് തീർത്തപ്പോ അവർക്ക് വല്ലാത്തൊരു സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ട് തീർക്കാണ് ഖത്മ്. തെറ്റ് കുറെ ഓതിട്ട് ഖത്മ് തീർത്തിട്ട് കാര്യമില്ല, അത് ഖുർആൻ നന്നായി പഠിക്കണം, ഓതാൻ പഠിക്കണം. കുട്ടികൾക്കൊക്കെ അതിന് നല്ല ട്യൂഷൻ കൊടുക്കണം. അതിനൊരു ഉസ്താദിനെ വെച്ച് എത്ര ചെലവ് ചെയ്യേണ്ടി വന്നാലും ഒരു കുഴപ്പമായി കൂട്ടരുത്.
കാരണം ഒരു ഫാത്തിഹ കുട്ടി പഠിച്ചതിന്, ഒറ്റ ഫാത്തിഹ സ്വന്തം മോൻ പഠിച്ചതിന് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ആ പഠിപ്പിച്ച ഉസ്താദിനെ വിളിച്ച് ആദരിച്ചത് 1000 ദിർഹം കൊടുത്തിട്ടാണ്. ശമ്പളം കൊടുത്തതല്ലത്. കുട്ടി ഫാത്തിഹ വീട്ടിൽ വന്ന്, അബൂ ഹനീഫ തങ്ങളെ മോൻ വീട്ടിൽ വന്ന് ഫാത്തിഹ ഓതി പൂർണ്ണമായി ശരിയായി ഓതിയപ്പോ മഹാനവറുകൾക്കുള്ള സന്തോഷം. ആരാ മോനെ നിന്നെ പഠിപ്പിച്ച ഉസ്താദ്? ഉസ്താദൊന്ന് വിളിച്ചോണ്ട് വന്നു. ഉസ്താദ് വീട്ടിൽ വന്നപ്പോ ഇപ്പൊ ഇത്രേ തരാനുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നത്തെ 1000 അല്ല, അന്നത്തെ 1000. എന്നത്തെ ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ 1000 ദിർഹം. 1000 ദിർഹം കൊടുത്ത് സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചു. അതിനേക്കാൾ വലിയ സന്തോഷം ഇവിടെ എന്താ? അത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. രാവിലെ എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് ഒക്കെ പണിക്ക് പോകാണ്. ഖുർആൻ ഓതുന്നവരെവിടെ? എല്ലാരും പണിക്കാരാണ്, എല്ലാരും ജോലിക്കാരാ. ഖുർആൻ ഓതുന്നവരെവിടെ? വൈകുന്നേരം വന്നിട്ടോ അപ്പോഴും ഇല്ല, രാവിലെയും ഇല്ല. ഉപ്പമാരെ ഉമ്മമാരെ അതൊരു കൃത്യമായ തർത്തീബിൽ പതിവാക്കണം. എന്നാൽ ജീവിതത്തിൽ മുഴുക്കയും അതുണ്ടാകും. 1 മിനിറ്റ് പോലും ഖുർആനിനോടുള്ള ടച്ച് വിടാൻ പാടില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഏത് ആണും ഏത് പെണ്ണും എല്ലാ ദിവസവും ഖുർആനിനോട് അഭേദ്യ ബന്ധം വേണം. ഖുർആനിനോടുള്ള ബന്ധം വേണം. അത് നോക്കുന്നതും അത് ഓതുന്നതും വലിയ ബന്ധമാണ്. അപ്പൊ ചോദിക്കും, ഉസ്താദേ, സ്ത്രീകൾക്ക് എല്ലാ സമയത്തും അതിന് കഴിയില്ലല്ലോ. മാസത്തിൽ 4-5 ദിവസം ഒഴിവില്ലേ? നിഫാസുകാരിയായി മാറുമ്പോ വേറെ ഒഴിവില്ലേ? ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നും അവർ ഖുർആനിലേക്ക് നോക്കണം. അതിനാണ് അള്ളാഹു കണ്ണ് തന്നത്. ഖുർആനിലേക്ക് നോക്കണം. നോക്കിയിട്ടോ നാവ് കൊണ്ട് മൊഴിയരുത്. കൽബിലൂടെ ഖുർആനിന്റെ ലഫ്ലങ്ങനെ നടത്തിക്കോട്ടെ. എന്നാലും ബന്ധം വിടാൻ പാടില്ല, എന്നാലും ടച്ച് വിടാൻ പാടില്ല. ഖുർആൻ നമ്മളെ നന്മയിലേക്ക് വഴികാട്ടിയാകണ്ടേ. എന്നും നമുക്ക് ഖുർആനുമായ അഭേദ്യ ബന്ധം വേണം. അള്ളാഹു ഏറ്റിത്തരട്ടെ. ആ ഖുർആൻ കൊണ്ടുള്ള ബന്ധം കൊണ്ട് ജയിക്കാൻ കഴിയണം. ആ ഖുർആൻ കൊണ്ടുള്ള ബന്ധം കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയണം. ഖുർആൻ പഠിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ കുറെ മൂമിൻ മൂമിനാത്തുകളില്ലേ? പഠിക്കാൻ അവർക്ക് അവസരം കിട്ടിയില്ല. നമ്മളതിൽ പെടൂലട്ടോ, നമ്മളതിൽ പെടൂലേ. പഠിക്കാൻ ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അവരെന്തിനാ? ഇല്ലല്ലോ. എന്താ പണിയുള്ളത്? ഒരു പണിയില്ല. പണിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും മക്കളുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരു പണിയുണ്ട്, ഖുർആൻ പഠിച്ചോളി. അതിന് അക്ഷരങ്ങളും തിരുമ്പോലെ പഠിച്ചോളി. ഖുർആൻ പഠനത്തിന് തീരെ സൗകര്യം കിട്ടാതെ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളില്ലേ, അവർക്ക് അള്ളാഹു ആഖിറത്തിൽ ആദരവ് കുറയരുത് എന്ന് കരുതിയിട്ട് ഖബറിൽ മലക്കുകളെ പഠിപ്പിക്കാൻ വിടുമെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ഖബറിൽ അള്ളാഹു മലക്കുകളെ വിടുകയാണ് ഖുർആൻ പഠിപ്പിക്കാൻ. പഠിക്കാൻ സൗകര്യം കിട്ടാത്തവർ നമ്മൾ അതിൽ പെടൂല. ഈ സമാനിലുള്ള ആളുകൾ അതിൽ പെടുമെന്ന് പറയാൻ പറ്റൂല. അത് ജാഹില് മാദൂറാണ്. അപ്പൊ ജാഹില് മാദൂർ ഉണ്ടാകുമോ? മാദൂറായ ജാഹിൽ ഇപ്പൊ ഉണ്ടാകുമോ? പ്രതിബന്ധമുള്ള ജാഹിൽ. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയ ആരും അയാളെ നാട്ടിലില്ല. അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കാൻ കുറെ വൈകി, പിന്നെ അതിന് ടൈം കിട്ടിയില്ല. രണ്ടും കൂട്ടണം. ആരാ ഉള്ളത്? കിതാബിലോ കണ്ടില്ല ചില മസ്അല പറയുമ്പോ അയാൾ വളർന്നു വന്നത് പണ്ഡിതന്മാരൊന്നും ഇല്ലാത്ത കുറെ ദൂര നാട്ടിലാണ്. അതുകൊണ്ട് അറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലം അയാൾക്ക് അതിൽ വിട്ടുവീഴ്ചയുണ്ട്. അതിനി ആർക്കണ്ട? എല്ലാ സ്ഥലത്തും ആലിമീങ്ങളില്ലേ, അവരെ ഉപയോഗപ്പെടുത്തണ്ടേ? നമ്മൾ വിചാരിച്ചോ നമ്മൾ മാസത്തിൽ ഒരു ചെലവ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി? ഇത് നമ്മൾ അവരെ ഉപയോഗപ്പെടുത്തി പഠിക്കേണ്ടതാണ്. ഉപ്പമാരും പഠിക്കണം, ഉമ്മമാരും പഠിക്കണം, എല്ലാവരും പഠിക്കണം ഖുർആൻ. ഖുർആൻ വേണ്ട വിധത്തിൽ ഓതാതെ പെരേലങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചാല് ബറക്കത്തോണ്ട് ജയിക്കുന്നു കരുതണ്ട. നാളെ ആ ഖുർആൻ നമ്മെ പരാതി പറയും. റബ്ബേ, ഞാൻ അവന്റെ വീട്ടിലുണ്ടായിരുന്നു, എന്നെ ഭദ്രമായി അവന്റെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്നു, പൊടിയൊന്നും വരാതെ തട്ടി സൂക്ഷിച്ചിരുന്നു. പക്ഷേ എന്നെ എടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ഓതിയിട്ടില്ല. പരാജയപ്പെട്ട വിഭാഗത്തെ പറ്റി നബിതങ്ങളും പറയുന്ന പരാതി ആഖിറത്തിൽ ഒന്നാണ്.
വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂലുള്ളാഹി തങ്ങൾ പറയും, നമ്മുടെ സമൂഹം അവര് വിറവിറച്ച് കഴിയുന്നു. ശഫാഅത്ത് കൊണ്ട് റെക്കമെന്റ് ഒന്നും സ്വീകരിക്കാതെ പരാജയ മാർഗത്തിലേക്ക് പോകുമ്പോ മുത്തുനബി തങ്ങൾ പറയുന്ന പരാതി എന്താണെന്നറിയോ? ഇന്ന ഖൗമീ, എന്റെ സമുദായം, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, അവര് ഈ ഖുർആൻ ബഹിഷ്കരിച്ചു. ഈ ഖുർആനിനോട് അവർ പിണങ്ങിപ്പോയി. ഹജർ ഹജർ എന്ന വാക്കിന്റെ അർത്ഥം വിവിധ രൂപത്തിലല്ലേ? ബഹിഷ്കരണത്തിന് പറയൂലേ ഹജർ എന്ന്, പിണക്കത്തിന് പറയൂലേ ഹജർ എന്ന്. തലേക്കെട്ടുള്ള ഹ മറ്റേ ഹ അല്ല, തലേക്കെട്ടുള്ള ഹ. ഹജർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമില്ലേ? ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആൻ അവർ ബഹിഷ്കരിച്ചു പോയി. ഖുർആനിനോട് അവർ ടച്ച് ഇല്ലാതെ പോയി. നബിതങ്ങൾ പരാതിപ്പെടുമ്പോ ആ ഹതഭാഗരിൽ പെട്ടുപോകരുത്. ദുസ്വഭാവം മാറണോ? മകളുടേത് മാറണോ? മകന്റേത് മാറണോ? ഭാര്യന്റേത് മാറണോ? എല്ലാവർക്കും ഒരു ചികിത്സയുണ്ട്. ഖുർആൻ ഓതുക തന്നെ. ഓതാൻ കിട്ടാത്തവർ നോക്കിയിട്ട് ഖത്മ് തീർത്തോളൂ. നോക്കാൻ കണ്ണില്ലാത്തവർ കേട്ടിട്ട് ഖത്മ് തീർത്തോളൂ. ഖുർആനിനോട് ടച്ച് ഉണ്ടോ? സ്വഭാവം മാറിപ്പോകും കേട്ടോ. കാരണം ഖുർആൻ ചരിത്രത്തിൽ മാറ്റം വരുത്തിയതുപോലെ, ഖുർആൻ മനുഷ്യ മനസ്സുകളെ നന്നാക്കിയതുപോലെ, ഖുർആൻ അധർമ്മികളെ ധർമ്മബോധമുള്ളവരാക്കി മാറ്റിയതുപോലെ ലോകത്തൊരു ഗ്രന്ഥവും മാറ്റിയിട്ടില്ല. ഒരു തവണ കേട്ടപ്പോഴേക്ക്, 2 തവണ കേട്ടപ്പോഴേക്ക്, 3 തവണ കേട്ടപ്പോഴേക്ക് ജീവിതത്തിന്റെ അനാവശ്യങ്ങളൊക്കെ കൈവച്ച് നല്ല മാർഗത്തിലേക്ക് കടന്നുപോയി. സംഗീതത്തിന്റെ അഡിക്റ്റായി ജീവിച്ചിരുന്ന, മദ്യപാനം നിത്യ തൊഴിലാക്കി നടന്നിരുന്നൊരു ചെറുപ്പക്കാരൻ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനുഭാവൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച് കടൽ തീരത്തെത്തി. കപ്പൽ നിറഞ്ഞുപോയി, ടിക്കറ്റ് ഇല്ല. മഹാനവറുകൾ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു, ഉസ്താദേ വരി, ടിക്കറ്റ് എന്റെ കയ്യിലൊന്ന് എക്സ്ട്രാ ഉണ്ട്, നിങ്ങൾ വരി. അപ്പൊ മഹാനവറുകൾ കയറി. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു കയറി. കപ്പലിൽ കയറിയിരുന്ന ചെറുപ്പക്കാരൻ കൊടുത്ത ടിക്കറ്റ് തന്നെ അടുത്ത് തന്നെ ഇരുന്നു, ദൂരത്തേക്കൊന്നും പോയില്ല. കപ്പൽ വിട്ടു, നടുക്കടലിലെത്തി. അന്നും ഇന്നും കപ്പൽ റേഞ്ചിൽ നിന്ന് വിട്ടാ പിന്നെ ഒരു റേഞ്ചും ഇല്ല. അതിലെ റഡാർ സംവിധാനത്തിൽ കപ്പൽ അങ്ങനെ ഓടുക എന്നല്ലാതെ ഒരു മൊബൈലിനും റേഞ്ചില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ദ്വീപിന്റെ പരിസരങ്ങളിലൂടെ അതങ്ങനെ തൊട്ടുരുമി പോകണം, അപ്പോഴേ റേഞ്ച് വരുള്ളൂ. കൊച്ചിയിൽ നിന്ന് കപ്പൽ വിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞാൽ റേഞ്ച് പോയി. പിന്നെ ഒരു ഉപകരണത്തിൽ എന്താ ഉള്ളത്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ അത് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും എന്നല്ലാതെ വേറൊന്നുമില്ല. ഒരു റേഞ്ചും ഇല്ല, ഒരാൾക്കും വിളിക്കാൻ പറ്റില്ല. റഡാർ സംവിധാനത്തിൽ കപ്പൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്തെ സൗകര്യങ്ങൾ കുറവായ കപ്പലാണ്. ആ കപ്പലിലേക്ക് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു. അബൂ ഹാഷിം സൂഫി തങ്ങൾ ചെന്നു. ഒരു ഭാഗത്തിരുന്നു. കപ്പൽ അങ്ങോട്ട് നീങ്ങി ഏകദേശം നടുക്കടലിലെത്തിയപ്പോ അയാളതാ ഒരു കുപ്പി തുറന്നു കുടിക്കാൻ തുടങ്ങി. മുസ്ലിം ചെറുപ്പക്കാരൻ മദ്യപാനിയായിട്ട് കുടിക്കുകയാണ്. കുടിച്ച് അവന് ലക്ക് കെട്ടപ്പോൾ അതേ പാത്രം ഈ പണ്ഡിതനിലേക്ക് നീട്ടുകയാണ്. ഒന്ന് കുടിച്ചു നോക്കൂ, എന്ത് രസമാണ്. ഒന്ന് കുടിച്ചു നോക്കൂ, എന്തൊരു സന്തോഷമാണ്. അബൂ ഹാഷിം സൂഫി തങ്ങൾ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല, അത് സ്വീകരിച്ചില്ല, അത് പരിഗണിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു. അവന്റെ അടിമ സ്ത്രീയാണ്, അർദ്ധനഗ്നയായ പെൺകുട്ടി. അവന്റെ മുന്നിൽ നൃത്തം വെക്കുകയാണ്. തുള്ളിച്ചാടി കളിച്ചിട്ട് ഇമ്പമാർന്ന ഈണത്തോടെ പാട്ട് പാടുകയാണ്. ഈ ചെറുപ്പക്കാരൻ മദ്യലഹരിയിൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ആ പെൺകുട്ടിയുടെ ശ്രവണ സുന്ദരമായ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ആനന്ദിക്കുന്നു. അതിൽ
ലയിക്കുന്നു. അബൂ ഹാഷിം സൂഫി തങ്ങൾ ചിന്താനിമഗ്നനായിരിക്കുന്നു. പെൺകുട്ടിയെ നോക്കുന്നില്ല, പാട്ടിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, അവന്റെ മദ്യപാനത്തിന്റെ ലഹരി നോക്കിയിട്ട് ആസ്വദിക്കുന്നില്ല. കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, വഴിപിടിക്കാൻ ഒരു മാർഗമില്ലെന്ന് കരുതരുത്, രക്ഷപ്പെടുത്താൻ ഒരു പഴുതില്ലെന്ന് കരുതരുത്. ഖുർആനുമായി അഭേദ്യ ബന്ധം പുലർത്തിക്കോ. അനാവശ്യ സ്വഭാവങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടോ? ഒരിക്കലും കഴുകി തീങ്ങാത്ത രീതിയിൽ പ്രായമേറെയായിട്ടും മക്കളായിട്ടും അവരൊക്കെ വലുതായിട്ടും നീങ്ങാത്ത ദുസ്വഭാവങ്ങൾ ഇനിയും മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉള്ളില് അനാവശ്യ വാസനയുമായി കൂടിക്കിടക്കുന്നുണ്ടോ? മാറേണ്ടതുണ്ടോ? ഖുർആനുമായി ബന്ധം ഉറപ്പിച്ചോ, സംശയം വേണ്ട. ഖുർആനിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഏത് കേടായത് നന്മയിലേക്ക് വന്നാലും അതിനെ നന്നാക്കും. ഈ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ പാട്ട് കേട്ടിട്ട് ആനന്ദിക്കുമ്പോ അതിൽ ലയിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയിട്ട് അബൂ ഹാഷിം സൂഫി തങ്ങളോട് ചോദിക്കുന്നു, ഇതിലൊന്നും നിങ്ങൾക്കൊരു ആനന്ദമില്ലേ, ഒരു സുഖമില്ലേ? മഹാനവറുകൾ പറയുന്നു, അതിനേക്കാൾ രസമുള്ളത്, അതിനേക്കാൾ ചന്തമുള്ളത് എന്റെ പക്കലുണ്ട്. ആ പെൺകുട്ടിയുടെ പാട്ടൊന്നും കേട്ടാൽ ഞാനങ്ങ് വീണുപോകൂല. ആ പെൺകുട്ടിയുടെ ശ്രവണസുന്ദരമായ വരികളിലൊന്നും എന്നെ ലയിപ്പിക്കാൻ പറ്റൂല. മദ്യപാനം നടത്തിയ ചെറുപ്പക്കാരൻ കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അബൂ ഹാഷിം സൂഫി തങ്ങളോട്, നിങ്ങളെ പക്കലുള്ളത് നിങ്ങളൊന്ന് പാടൂ, ഞാനൊന്ന് കേൾക്കട്ടെ. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു പാടിക്കൊടുക്കുകയല്ല, പരിശുദ്ധ ഖുർആൻ സുന്ദരമായി ഓതിക്കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശംസു കൂവിറത് വഇദൻ منكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت. സൂറത്തു തക്വീറിന്റെ ആദ്യ ഭാഗങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കുമ്പോഴേക്ക് ചെറുപ്പക്കാരൻ ഞെട്ടി ഉണർന്നുപോയി. എന്തൊരു രസമുണ്ട് കേൾക്കാൻ, അർത്ഥം ചിന്തിച്ചാലോ ഗംഭീരമാണ്. വരാനിരിക്കുന്ന മഹാവിസ്മയത്തെ പറ്റിയാണ് ഖുർആന സൂചിപ്പിക്കുന്നത്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുണ്ടാകുന്ന 12 അടയാളങ്ങളാണ് അള്ളാഹു എണ്ണി പറയുന്നത്. 6 ഒന്നാമത്തെ ഊത്തിന്റെ മുമ്പും 6 രണ്ടാമത്തെ ഊത്തിന്റെ ശേഷവും നടക്കാനിരിക്കുന്ന കാര്യങ്ങളാ പറയുന്നത്. അതേ, ഇദശംസു കുവ്വിറത്, സൂര്യഗോളം ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും ഇരുട്ട് തന്നെ. വൈദൻ നുജൂമുൻ കദറത്, നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശരശ്മികൾ അണഞ്ഞ ശേഷം തായോട്ടുതിർന്ന് വീണാൽ. വൈദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങളെ മുഴുവനും പറപറപ്പിക്കപ്പെട്ടാൽ. വൈദൽ ഇശാറു ഉത്വിലത്, 10 തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ നോക്കാൻ ആളില്ലാതെ വന്നാൽ. വൈദൽ റുഹൂഷു ഹുശിറത്, കാട്ടുജീവികളൊക്കെ നാട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ. വൈദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രമാസകലം കത്തിക്കപ്പെട്ടാൽ. സമുദ്രം കത്തുന്നൊരു സമയം വരാനുണ്ട്. അതേ, നാട്ടിലേക്ക് കാട്ടുജീവികളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. സൂര്യഗോളം കെട്ടുപോകുന്നൊരു സന്ദർഭം വരാനുണ്ട്. അതേ, നക്ഷത്രങ്ങൾ മുഴുവനും തായോട്ട് വീണിട്ട് വലിയ വലിയ ഗർത്തങ്ങൾ സംഭവിക്കുന്ന ഒരു അവസ്ഥ വരാനുണ്ട്. അല്ലാമ ഇമാം സ്വാബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ 6 അടയാളങ്ങളും ഖബ്ലൻ നഫ്ഖത്തിൽ ഊലാ, ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതിന്റെ മുമ്പായി ഇവിടെ സംഭവിക്കാനുള്ളതാണ്. മനുഷ്യന്റെ മനസ്സ് പിടിച്ചു കുലുക്കുന്ന, കിടുകിടാ വിറപ്പിക്കുന്ന ആശയങ്ങളല്ലേ ഈ ആയത്തുകൾക്കുള്ളിലുള്ളത്. ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി. രണ്ടാമതും പറയുന്നു, ഒന്നുകൂടി ഓതു ഉസ്താദേ, ഞാൻ കേൾക്കട്ടെ. രണ്ടാമതും ഓതിക്കൊടുത്തിട്ട് വൈദ സുഹുഫു നുശിറത്ത്, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരാനിരിക്കുന്ന അടയാളങ്ങളിൽ പറയുന്ന ഒന്നാണ് വൈദ സുഹുഫു നുശിറത്ത്.
അവനവന്റെ റിക്കാർഡുകൾ മുഴുവനും നിവർത്തപ്പെട്ടാൽ എനിക്കൊരു രേഖാപുസ്തകമുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒന്നും കൂട്ടിവെക്കുമെന്ന് കരുതണ്ട. ഏടുകൾ നിവർത്തപ്പെട്ടാൽ, അത് പബ്ലിസിറ്റി ചെയ്താൽ അന്ന് തിന്മകൾ ആളുകൾ കാണൂലേ, നന്മകൾ എണ്ണം കുറവാണെങ്കിൽ നാണം വരൂലേ. ആ ഏടുകൾ നിവർത്തപ്പെട്ടാൽ എന്ന ആയത്ത് വന്നപ്പോഴേക്ക് പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. ആ പെൺകുട്ടിയുടെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു, അന്തി ഹുറത്തുല്ലി വജിഹില്ല, മോളെ നിന്നെ അടിമയായി എനിക്ക് വേണ്ട, ഞാൻ നിന്നെ സ്വതന്ത്രയാക്കി തന്നു, നീ പൊയ്ക്കോ, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, ഇനി നിന്നെ ഞാൻ കൂടെ കൂട്ടുന്നില്ല. മദ്യക്കുപ്പികൾ മുഴുവനും ഉടച്ചിട്ട് വലിച്ചെറിഞ്ഞു. അബൂ ഹാഷിം സൂഫി തങ്ങളെ പിന്നാലെ കൂടി ജീവിതം നന്നാക്കി. പിന്നെ സംഗീതം വേണ്ട, അന്യവെണ്ണിന്റെ ശരീരത്തിലെ പളവളപ്പ് കണ്ട് സുഖിക്കണ്ട, മദ്യത്തിന്റെ സുഖം വേണ്ട, ലഹരി വേണ്ട, ജീവിതം മുഴുക്കയും നന്നായി പോയി. ഒരു പിടിവള്ളി കിട്ടാതെ നടക്കുന്ന ചെറുപ്പക്കാരനുണ്ടോ? ഏതെങ്കിലും ആളെ കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്നാകാമെന്ന് കരുതി നിശ്ചയിച്ചു നിൽക്കണ്ട. നന്നാകാൻ അള്ളാഹു തന്ന ഖുർആൻ ഇവിടെയുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് മാറോട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അത് ഓതിയിട്ട് ഖുർആനിന്റെ ആളായിക്കോ. ഖുർആൻ പഠനം നടത്തുന്ന പഠനങ്ങളൊക്കെ കേട്ടിട്ട് അതിന്റെ ആശയങ്ങൾ എത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയാത്ത ആശയങ്ങളല്ലേ. ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഖുർആനിന്റെ ആശയങ്ങൾ എത്രമാത്രം വലിയ മുത്തുമണികളാണ്. അതിനെ വിലമതിക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കില്ല. വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഭംഗിയിലും നിലവാരത്തിലും സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന രത്നക്കല്ലിനേക്കാളും മുത്തുമണിയേക്കാളും മുകളിലാണ് ഖുർആൻ. അതിന്റെ ആശയങ്ങളുടെ വൈപുല്യത എത്രമാത്രം വലുതാണ്. കൂടുതൽ കൂടുതൽ പഠിക്കാനും നന്നാകാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ഖുർആനുമായി അഭേദ്യ ബന്ധം പുലർത്തുക, ഖുർആനിന്റെ ആളുകളാവുക. ഖുർആനിന്റെ ആളുകൾ അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ്സതു. ഖുർആനിന്റെ ആളുകൾ അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. ഖുർആനുമായി വലിയ ബന്ധമുള്ള ആളുകൾ വഖാസ്സതുഹു അല്ലാഹുവിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ്, അല്ലാഹുവിന്റെ സ്പെഷ്യൽ ആളുകളാണ് അവർ. അവരല്ലാഹു പ്രത്യേകം സൽക്കരിക്കും, അവരല്ലാഹു പ്രത്യേകം സ്വീകരിക്കും, അവർക്ക് അല്ലാഹു പ്രത്യേക സ്ഥാനം കൊടുക്കും. ചെറിയ സ്ഥാനമൊന്നുമല്ല. ഖുർആനായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമൊന്നും ചെറുതല്ല. അവരുടെ ശരീരത്തിന് എന്തൊരു ബഹുമാനമാണ്. അവരുടെ ശരീരം മണ്ണ് തൊടൂല. നബിമാരുടെ ശരീരം മണ്ണ് തൊടാത്തതുപോലെ, ശുഹദാക്കളുടെ ശരീരം മണ്ണ് തൊടാത്തതുപോലെ, വലിയ വലിയ ഉഖ്റവിയായ ആലിമീങ്ങളുടെ ശരീരം മണ്ണ് തൊടാത്തതുപോലെ, വലിയ വലിയ സദാത്തുക്കളുടെ ശരീരം മണ്ണ് തൊടാത്തതുപോലെ അല്ലാഹുവിന്റെ ഖുർആനുമായി വലിയ ബന്ധമുള്ളവന്റെ ശരീരം മണ്ണ് തൊടൂല. ഞാൻ പറഞ്ഞതല്ല. ലാ തഖുലുൽ അർളു ജിസ്മൻ ലിന്നബിയ്യി വലാ ലിആലിമിൻ വശഹീദിൻ ഖത്ലി മഅ്തറകി വലാ ലിഖാരിഇ ഖുർആനിൻ വമുഹ്തസിബി അദാനഹു ലിഇലാഹിൻ മുജ്രിയൽ ഫലകി. ഹാഫിദുൽ ദഹബി പറഞ്ഞു, വലാ ലിഖാരിഇ ഖുർആൻ, ഖുർആൻ ഓതുന്നവന്റെ വലിയ ബന്ധമുള്ളവന്റെ ശരീരം മണ്ണ് തൊടൂല, ഭൂമി തിന്നൂല. നമ്മുടെ ശരീരത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പവർ ഉണ്ടോ? ഈ കനത്ത ശരീരങ്ങളൊക്കെ മണ്ണിൽ കൊണ്ടുപോയിച്ചിട്ട് ചിതലിനും പുഴുക്കൾക്കും വലിയ ഇഷ്ടാകാൻ മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൗന്ദര്യം വേണ്ടേ? ഖുർആൻ കൊണ്ട് സൗന്ദര്യപ്പെടുത്തണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ, ഖുർആനിന്റെ ആളുകൾ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അബൂ ഹാഷിം സൂഫി പറയാൻ, അന്നത്തെ ആ ഖുർആൻ ഒത്തുകൊണ്ട ചെറുപ്പക്കാരൻ നന്നായി. നാട്ടുകാർ മുഴുവൻ അത്ഭുതപ്പെട്ടു. നാട്ടുകാരൊക്കെ ചോദിച്ചു, എന്തേ പറ്റിപ്പോയി? യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അവസ്ഥ മാറിയിട്ടുണ്ട്. ചെറുപ്പക്കാരൻ പറഞ്ഞു, യാത്രയിൽ എനിക്കൊരു പണ്ഡിതനെ കിട്ടി. ആ പണ്ഡിതൻ എന്നെ വിസ്മയിപ്പിക്കുന്ന ആശയങ്ങളാണ് എന്റെ മനസ്സിലേക്ക് കോരിയിട്ട് തന്നത്. ഒരിക്കലും ഞാൻ അത്തരത്തിന്റെ ആശയത്തിലേക്ക് കൂടുതൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു.
ഖുർആനിന്റെ ആശയഖനികളിലേക്ക് ഞാൻ എന്റെ മനസ്സ് പോയപ്പോ എന്നെ പിടിച്ചുലക്കിയ ഒരു ആയത്താണ് വൈദ സുഹുഫു നുശിറത്ത്. ഏടുകൾ നിവർത്തപ്പെട്ടാൽ ഉറൂസിന് സംബന്ധിച്ചത് അതിൽ കാണാം. അതേ സമയത്ത് ഉറൂസും കഴിഞ്ഞ് മഹാന്മാരുമായുള്ള ബന്ധങ്ങളൊക്കെ കഴിഞ്ഞ് സ്വകാര്യതകളിൽ നീ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ, കൂട്ടുകാരെ കിട്ടിയപ്പോൾ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾ, ഒറ്റക്കും അല്ലാതെയും അവസരം കിട്ടിയപ്പോൾ നിന്റെ മനസ്സിൽ മോഹമിട്ട ദുർവിചാരങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്തിയൊരു കിതാബ് വരുമ്പോ ഇനി അത് തിരുത്താൻ നിനക്ക് നേരമില്ല. ഒറ്റൊന്നും മായ്ച്ചു കളയുമെന്ന് പറയാൻ കഴിയില്ല. അത് നിങ്ങൾ ആരും വായിക്കരുത് എന്ന് പറയാൻ അവരോട്, മലക്കുകളോട് നമുക്ക് ധൈര്യമില്ല. അവരത് ആവേശത്തോടെ നമ്മുടെ കിതാബിലുള്ള രഹസ്യങ്ങൾ മുഴുവനും പരസ്യമായി വെളിവായാൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതും എല്ലാം ഇത്ര രേഖപ്പെടുത്തി വെച്ച, ഇത്ര കറക്റ്റാക്കി ക്ലിപ്തമാക്കി വെച്ച ഒരു കിതാബ് വേറെ ഇല്ലല്ലോ. ചെറുതും അതിലുണ്ട്, വലുതും അതിലുണ്ട്. ആ കിതാബ് കിട്ടുമ്പോ സന്തോഷമുള്ള മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നിറയെ സമ്പാദ്യമുള്ളവർക്ക് വലങ്കയിൽ കിതാബ് കിട്ടുമ്പോ അവരാവേശത്തോടെ പറയുന്നൊരു വാക്കെന്താണെന്നറിയോ? അതേ, ഇഖ്റഊ കിതാബിയാ, വരൂ ജനങ്ങളെ എന്റെ കിതാബ് വായിച്ചു നോക്കൂ. ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയാ, ഇങ്ങനൊരു വിചാരണ വരാനുണ്ട് എന്ന ബോധത്തോടെ ദുനിയാവിൽ കഴിഞ്ഞവനാണ് ഞാൻ, അന്നലക്ക് ജീവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ കിതാബ് വായിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല. പലരുടെയും മൊബൈൽ ഫോൺ എന്ന് ചോദിച്ചാൽ ചിലർ കൊടുക്കൂല. കാരണം എന്തെങ്കിലുമൊക്കെ ഐഡിയയിലൊന്ന് മറിച്ചിട്ട് അവനവന്റെ ഫോട്ടോയോ, അവനവൻ കണ്ട ഏതെങ്കിലും ചിത്രമോ, അവനവൻ കേട്ട ഏതെങ്കിലും നോവലോ എവിടെങ്കിലൊക്കെ മാറിയിരിപ്പുണ്ടെങ്കിൽ അതാരെങ്കിലും കണ്ടാൽ ഒരു ബഹുമാനക്കേടോ ഒരു അപമാനമോ തോന്നാറുണ്ടോ? മാലോകര മുന്നിൽ നിവർത്തപ്പെടുന്ന ഒരു കിതാബുണ്ട്. അത് ചെറിയ മൊബൈലല്ല, അത് നിവർത്തപ്പെടുന്നൊരു സമയം വരാനുണ്ട്. ആ ഒരു ആയത്ത് ശരിക്കങ്ങ് മനസ്സിൽ തറുവായപ്പോൾ ഈ കപ്പലിൽ ഞാൻ കയറിയതും മദ്യപാനം നടത്തിയതും പെൺകുട്ടിയെ കൊണ്ട് നൃത്തമാടിച്ചതും പാട്ടുപാടിച്ചതുമെല്ലാം ആ കിതാബിലുണ്ടല്ലോ. അതറിഞ്ഞിട്ടാണ് തൗബ ചെയ്ത് മടങ്ങുന്നത്. പിന്നെ നന്നായി പോയി. അബൂ ഹാഷിം സൂഫി തങ്ങൾ പറയാണ്, ആ ജീവിതം ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ ചെറുപ്പക്കാരൻ ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട ആ ചെറുപ്പക്കാരനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. അബൂ ഹാഷിം സൂഫി തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ സ്വർഗത്തിലെ വസ്ത്രം ധരിച്ച് സ്വർഗക്കാർക്കിടയിലൂടെ സന്തോഷപൂർവ്വം നടക്കുന്ന രംഗം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ, നിന്നെ അള്ളാഹു എങ്ങനെയാണ് പരിഗണിച്ചത്? നിന്നെ അള്ളാഹു പരിഗണിക്കാനുള്ള കാരണം എന്താണ്? ചെറുപ്പക്കാരൻ പറയുന്നു, ഒന്നുമല്ല, നിങ്ങൾ എനിക്ക് അന്ന് കപ്പലിൽ വെച്ച് ഓതി തന്നില്ലേ ആ സൂറത്തു തക്വീറിൽ വൈദ സുഹുഫു നുശിറത്, ഏടുകൾ നിവർത്തപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഒരൊറ്റ ആയത്ത് കൊണ്ടാണ് അല്ലാഹു എന്നെ പരിഗണിച്ചത്. എന്റെ മനസ്സ് ഞാൻ മാറ്റിയത്, എന്റെ സംസ്കാരം ഞാൻ മാറ്റിയത്, എന്റെ മുഴുവൻ ദുഷിച്ച ചിന്തകളെയും ഞാൻ മാറ്റിയത് ആ ഒരു ആയത്ത് കൊണ്ടാണല്ലോ. ആ ഒരു ആയത്ത് മുഖവിലക്കെടുത്ത് അല്ലാഹു എന്നെ പരിഗണിച്ചു പോയി. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. പരിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിലാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് മാർഗം കാണിച്ചു കൊടുക്കുന്നത്? അതേ അസാൻമാർഗിക രംഗങ്ങളിൽ മുഴുകുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ വലിയ ശമനമാണ്. ബാഹ്യമായ രോഗങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഖുർആൻ ശമനം നൽകുന്നത്, ആന്തരിക രോഗങ്ങൾക്കും ഖുർആൻ ശമനമാണ്. ആന്തരിക രോഗങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട രോഗമല്ലേ
മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചുലക്കുന്ന രോഗങ്ങൾ, ഖൽബിയായ രോഗങ്ങൾ, അതിൽ നിന്ന് മാറി ചിന്തിക്കാനും മാനവന് ഖുർആനാണ് ഏറ്റവും വലിയ വഴികാട്ടി. അതുകൊണ്ടാണ് ഇമാമിയങ്ങൾ ഖുർആനിന്റെ പിന്നാലെ അങ്ങനെ കൂടിയത്, സാഹിദീങ്ങൾ ഖുർആനിന്റെ പിന്നാലെ അങ്ങനെ കൂടിയത്. മരിക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതിയത്, ഖുർആൻ ഓതി 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 പൂതി തീരാഞ്ഞിട്ട് ഖബറിലെത്തിയപ്പോഴും ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് ജനങ്ങളൊക്കെ മണ്ണ് മൂടിയിട്ട് നീങ്ങാൻ വേണ്ടി നോക്കുമ്പോ വഹും യസ്മഊന മിൻ ഖബരിഹി തിലാവത്തുൽ ഖുർആൻ, സാബിത്തുൽ ബുനാനി തങ്ങൾ ഖുർആൻ ഓതുന്നത് ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഓതുന്നത് പുറത്ത് നിൽക്കുന്ന ആളുകൾ കേട്ടുപോയി. എല്ലാ മഹാന്മാരും ഖുർആനുമായി അഭേദ്യ ബന്ധം പുലർത്തിയിട്ട് അവര് വലിയ വഴിയൊരുക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ബന്ധം പോരാ, കൂടുതൽ ബന്ധം ഖുർആനുമായി വേണം. ഖുർആന് നന്നായി പഠിക്കണം, അത് പഠിക്കുന്ന രംഗങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ അറിയണം. ആർക്കറിയാനാണ് അല്ലാഹു ഖുർആൻ തന്നത്? നമുക്കറിയാനല്ലേ, ചിന്തിക്കാനല്ലേ, നന്നാകാനല്ലേ. എത്ര പേരാണ് ജീവിതം മാറ്റിപ്പോയത്? എന്നും പാട്ടുപാടി ജനങ്ങളെ സുഖിപ്പിച്ചിരുന്ന അറേബ്യയിൽ അറിയപ്പെട്ട കവിയല്ലേ ലബീദ്. ലബീദിന്റെ പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ശരിവെച്ചിട്ടുണ്ട്. അസ്ദഖു കലിമത്തിൻ ഖാലഹാ ഖൗലു ലബീദ്, ഏറ്റവും നല്ല സത്യസന്ധമായ വാക്ക് ലബീദ് പറഞ്ഞ വാക്കാണ്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു. ലബീദിന്റെ പാട്ടിന്റെ ഒരു ഭാഗമാണത്, അറിയണേ. കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ്, അല്ലാഹ് ഒഴിച്ചുള്ള എല്ലാം ബാത്തിലുൻ, മിഥ്യയാണ്, നശിക്കുന്നതാണ്, അതിനൊക്കെ നാശമുണ്ട്, അവസാനമുണ്ട്. ആ ലബീദിനോട് സ്വഹാബത്ത് ചോദിച്ചു, ലബീദെ ഇപ്പൊ പാട്ടൊന്നും പാടാറില്ലേ? ലബീദ് ഒരു പാട്ട് പാടിയാൽ അത് കേൾക്കാനുള്ള പ്രേക്ഷകർ എത്രയാണെന്നറിയോ? ലബീദ് ഒരു പാട്ട് രചിച്ചിട്ട് അത് വിറ്റുപോകാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വെച്ചാൽ ലക്ഷങ്ങളല്ലേ കോപ്പികളായി പോകുന്നത്. അത്രയും മാർക്കറ്റിൽ അതിന് വൻ വിലയാണ്. ആ ലബീദിനോട് ചോദിച്ചു, ഇപ്പൊ പാട്ടൊന്നും പാടാറില്ലേ? ലബീദ് പറഞ്ഞു, യക്ഫീനിൽ ഖുർആൻ മുൻദു അസ്ലംതു, മുസ്ലിമായത് മുതൽ എനിക്ക് ഖുർആൻ മതി, പിന്നെ പാട്ടുപാടാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഒരാളെ കണ്ടാൽ അയാളെ മുഴുവനും വരച്ചൊപ്പിച്ച് പാട്ടുണ്ടാക്കുന്ന മഹാകവിയാണ് ലബീദ്. അതേ, ആ ലബീദിന്റെ പാട്ടിനുള്ള സ്വാധീനത്തെക്കാളും വലിയ സ്വാധീനം, ആ പാട്ടിനുള്ള സാഹിത്യ ഭംഗിയെക്കാളും വലിയ സാഹിത്യ ഭംഗി പരിശുദ്ധ ഖുർആനിനുണ്ട്. സ്വഭാവങ്ങൾ നന്നാക്കാൻ ഖുർആൻ നന്നായി ഓതണം. നമ്മുടെ ബാത്തിനും ലോഹിറും നന്നാക്കാൻ ഖുർആൻ നന്നായി ഓതണം. ഖുർആനുമായി അഭേദ്യ ബന്ധം പുലർത്തണം. ആ ഖുർആനിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കണം. ഖുർആനിന്റെ കൽപ്പനകൾ നന്നായി ഉൾക്കൊള്ളണം. ഖുർആന് വിരോധിച്ച വർജിച്ച കാര്യങ്ങൾ ശക്തമായി സൂക്ഷിക്കണം. അല്ലാഹ് ഖുർആനിലൂടെ വലിയ താക്കീത് ചെയ്ത വിഷയമാണ്. ലോകത്തിന്ന് പടർന്നു പിടിച്ച രോഗമാണ് പലിശ. പറയുമ്പോ കേൾക്കുമ്പോ കുറെ ആൾക്കാർക്ക് വിഷമാണ്. ഒരു വിഷമവും വേണ്ട, അതൊക്കെ പറയാൻ തന്നെയാണ് ഇൽമിന്റെ മജ്ലിസ്. ഇവിടെ ആരോ പലിശ വാങ്ങുന്ന റിപ്പോർട്ട് എനിക്ക് തന്നിട്ടൊന്നുമില്ല. ഇത് കേൾക്കുന്ന ധാരാളം ആളുകളില്ലേ. എത്ര കർശനമായിട്ടാണ് അല്ലാഹു തആല പലിശയെ എതിർത്തത്. പലിശയെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല എതിർത്ത പോലെ എതിർത്ത ഒരു ദോഷേതാ സഹോദരങ്ങളെ. പലിശപ്പണി നിർത്തുന്നില്ലെങ്കിൽ എത്ര താക്കീതാണ്. ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും അവന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാഗത്തുനിന്നും യുദ്ധമുണ്ടെന്ന് നിങ്ങൾ അറിയണേ എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തില്ലേ? എത്രയാ പലിശയുടെ ശതമാനം വർദ്ധിച്ചത്? അക്കൗണ്ടിലൂടെയും അല്ലാതെയും വരുന്ന പലിശ എല്ലാം സൂക്ഷിക്കണം. അങ്ങനൊക്കെല്ലാതെ ജീവിക്കാൻ കഴിയോ? അപ്പൊ അങ്ങനൊക്കെയുള്ള ആളുകൾ, അത്രയും കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടു കിട്ടുള്ളൂ. അല്ലെങ്കിൽ വലിയ പരമാണ്. ഒപ്പിച്ചു പോകാമെന്ന് കരുതരുത്. നല്ലോണം ശ്രദ്ധിക്കണം. കാശ് ഡെപ്പോസിറ്റ് ചെയ്ത് മാസം മാസം വർഷം വർഷം പലിശ വാങ്ങിയിട്ട് അങ്ങനെ സ്വതക്കയും സക്കാത്തും കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു കാര്യം ഉണ്ടാകൂല.
ലാ തുഖ്ബലു സ്വദഖത്തും മിൻ ഗുലൂൽ, അവിഹിത മാർഗത്തിലൂടെ നേടിയ സമ്പത്തിൽ നിന്നുള്ള സ്വദഖ അല്ലാഹു സ്വീകരിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വഹാറത്തില്ലാതെ, ശുദ്ധിയില്ലാതെ നിസ്കാരം സ്വീകരിക്കും. വുളൂ ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്ന, സ്വദഖ കൊടുക്കുന്ന സമ്പത്തിന് എത്രമാത്രം ക്ലിയർ വേണം. അവിഹിത മാർഗത്തിലൂടെ നേടുന്നതിൽ ഏറ്റവും ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പലിശയാണ്. സഹോദരങ്ങളെ, ആ പലിശക്കുള്ള കുറ്റം ചെറുതല്ലല്ലോ. അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പിശാച് ബാധയേറ്റവരെ പോലെ പലിശ ഭക്ഷിച്ച് അങ്ങനെ സുഖിച്ച് ജീവിച്ച ആളുകൾ, വലത്തോട്ടും ഇടത്തോട്ടും അപസ്മാര രോഗികൾ, പൈശാചിക ബാധയുള്ളവര് മറിഞ്ഞു വീഴും പോലെ സ്വന്തം നാളിൽ നടക്കാൻ കഴിയാതെ, ആത്മാഭിമാനത്തോടെ നീങ്ങാൻ കഴിയാതെ വഷളായി വീഴുകയാണ്. കടുത്ത ശിക്ഷയല്ലേ അല്ലാഹു തആല ഈ നൽകുന്നത്. മാലോകർക്ക് മുന്നിൽ അപമാനിതനാവുക എത്ര കടുത്ത ശിക്ഷയാണ്. സഹോദരങ്ങളെ, ഒരു ഗ്രാമത്തിലല്ല വരുന്നത്, ഒരു പഞ്ചായത്തിലല്ല പെടുന്നത്. ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർക്ക് മുന്നിൽ വെച്ച്, വലിയ വലിയ നേതാക്കളെ മുന്നിൽ വെച്ച്, വലിയ വലിയ സാദാത്തുക്കളെ മുന്നിൽ വെച്ച് പലിശദീനിയായ മനുഷ്യൻ വരുമ്പോ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് അവനതാ മറിഞ്ഞു വീണുപോയി. ഇത് ശക്തമായ താക്കീതല്ലേ തന്നത്. അതുകൊണ്ട് തീരുന്നുണ്ടോ? ആ ശിക്ഷ തീരുന്നില്ലല്ലോ. ആഖിറത്തിലും വലിയ ശിക്ഷയല്ലേ പലിശക്കാർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തത്. ഇസ്രാഇന്റെ രാത്രിയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ രക്തപ്പുഴയിലൂടെ നീന്തുന്ന ഒരാളെ കണ്ടല്ലോ. രക്തപ്പുഴയിലൂടെ നീന്തുകയാണ്. ഒരു നിലക്കും കരക്ക് കയറാൻ അയാളെ സമ്മതിക്കുന്നില്ല. രണ്ട് ഭാഗത്തും കരക്ക് കയറാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് കല്ലെടുത്ത് അയാളെ എറിഞ്ഞു ഓടിക്കുകയാണ്. ആരാണ് ഈ മനുഷ്യൻ? അതേ അല്ലദീ യഅ്കുലു റിബാ, അവൻ പലിശ ഭക്ഷിക്കുന്നവനാണ് നബിയേ. ഒരു രൂപത്തിലല്ലല്ലോ ശിക്ഷ കാണിച്ചു കൊടുക്കുന്ന, വിവിധ രൂപത്തിലല്ലേ. അതുകൊണ്ട് തന്നെ ആ പലിശയുടെ തീനികളായി മാറാൻ പാടില്ല. ഇത് വളരെ കർശനമായ വിഷയമാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ ലഅനത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ലേ. ലഅനല്ലാഹു ആകില റിബാ വ മുകിലഹു വ കാതിബഹു വ ഷാഹിദൈഹി വഹും സവാ. പലിശ ഭക്ഷിക്കുന്നവനെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. വ മുകിലഹു, ഭക്ഷിപ്പിക്കുന്നവനെയും അത് എഴുതുന്നവനെയും അതിന് സാക്ഷ്യം വഹിക്കുന്നവരെയും വഹും സവാ, കുറ്റത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല. വാങ്ങാൻ നീ സഹായം ചെയ്തു കൊടുത്തില്ലേ, നീ അതിന് സാക്ഷിയായി കൊടുത്തില്ലേ, നീ അതിന് രേഖകൾ ശരിയാക്കി കൊടുത്തില്ലേ, എല്ലാവർക്കും ആ വിഷയം ബാധകമല്ലേ. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയം ഖുർആൻ എത്ര കർക്കശമായിട്ടാ പറഞ്ഞത്. നിങ്ങൾ നോക്ക്, വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീലാ. ഖുർആൻ എത്ര മധുരമായിട്ടാണ് വഴികാട്ടിയാകുന്നത്. സിനയോട് നിങ്ങൾ അടുക്കരുത്. വലാ തസ്നു എന്ന് പറഞ്ഞാ പോലെ വേശ്യാവൃത്തി ചെയ്യരുത് എന്നാണെങ്കിൽ അങ്ങനെയല്ലല്ലോ അള്ളാഹുവിന്റെ ഭാഷ്യം. വലാ തഖ്റബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ച, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഒരു പാട്ട്, വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കഥ, വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന ചിത്രദർശനം ഒന്നും നോക്കിക്കൂടാ. വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ സ്വകാര്യമായി ഫോൺ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. വലാ തഖ്റബുസ്സിനാ, ആദ്യം നീ സംസാരിക്കും, പിന്നെ നിനക്ക് കാണാൻ മോഹം വരും, പിന്നെ അടുത്തിരിക്കാൻ മോഹം വരും, പിന്നെ
പിന്നെ നിനക്കൊന്ന് തൊടാൻ തോന്നും, പിന്നെ ശൈത്താന് നിനക്ക് വേണ്ടി സൗകര്യം തരും. എല്ലാ പറ്റിക്കലും കഴിഞ്ഞാൽ അവനങ്ങ് കൂടൊഴിഞ്ഞു മാറും. ഈ ഒരവസ്ഥയിലേക്ക് പോകരുത് എന്ന് പഠിപ്പിക്കാനാണ് വലാ തഖ്റബുസ്സിനാ, വേശ്യാവൃത്തി സൂചിപ്പിക്കുന്ന മാസികകൾ വായിക്കരുത്, ലൈംഗിക ചുവയുള്ള ലേഖനങ്ങൾ വായിക്കരുത്, അത്തരത്തിലുള്ള നോവലുകൾ വായിക്കരുത്. തെളിവല്ലാന്റെ ഖുർആൻ തന്നെയാണ് വലാ തഖ്റബുസ്സിനാ. ഒരിക്കലും ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുന്നവര്, മറ്റുള്ളവരെ മനസ്സിൽ ലൈംഗിക ചുവയുണ്ടാക്കുന്ന, പ്രേമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന, പ്രണയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വാക്കും പോലും എഴുതി പറ്റിച്ചുകൂടാ. വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീലാ. ഏറ്റവും ദുഷിച്ച മാർഗമാണെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? പലരെയും കീഴ്പ്പെടുത്തിയിട്ട് അവസാനം അവരുടെ മുഴുവൻ അമലുകളും നഷ്ടപ്പെടുത്തിയത്, അവരുടെ മുഴുവൻ ഇബാദത്തുകളും നഷ്ടപ്പെടുത്തിയത് ഈ ഹറാമായ കാഴ്ച കൊണ്ടല്ലേ? അല്ലാഹു വലിയ ഇൽമു നൽകി ആദരിച്ചിരുന്ന ആളല്ലേ ബൽആം ഇബ്നു ബഊറ. ബൽആമിനെ പറ്റിച്ചത് എങ്ങനെയാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ എതിരാളികൾ ബൽആമിനെ പറ്റിച്ചത് എങ്ങനെയാണ്? ബൽആമിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തത് ആരെയാണ്? ശരീരത്തിൽ നിന്ന് പല ഭാഗങ്ങളിലും വസ്ത്രം വെളിവാക്കി സ്വർണത്തിലും വെള്ളിയിലും കുളിച്ച ഒരു പെണ്ണിനെയല്ലേ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തത്? വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു അശ്ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ. സുബ്ഹാനല്ലാഹ്, നോട്ടത്തിനും സംസാരത്തിനും അല്ല പരിധി വെച്ചില്ലേ? ഉമ്മമാരെ സംസാരിക്കുന്നിടത്ത് പോലും അദബ് ഖുർആൻ പഠിപ്പിച്ചില്ലേ? അന്യ പുരുഷന്മാരോട് സംസാരിക്കുന്നിടത്ത് അദബ് പഠിപ്പിച്ചു. ബൽആം ഇബ്നു ബഊറക്ക് ലൗഹിലേക്ക് നോക്കിയിട്ട് കൊല്ലക്കണക്കിന് ഇൽമു പറഞ്ഞു കൊടുത്ത ആളാണ്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കാനുള്ള കണ്ണ് എത്ര മാത്രം വലിയ നൂറുള്ള കണ്ണാണ്. ആ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ബൽആം ഇബ്നു ബഊറന്റെ ഇൽമിന് അല്ലാഹു തആല പടിയടച്ച് മുഴുവൻ ഒഴിപ്പിച്ചു കളഞ്ഞത് എങ്ങനെയാ സഹോദരങ്ങളെ? പിശാചിന്റെ മാർഗത്തോട് വലിയ താല്പര്യം തോന്നിപ്പോയി. അവിഹിതമായി കിട്ടുന്ന സമ്പാദ്യത്തിലും സുഖത്തിലും സന്തോഷം കൊണ്ടപ്പോ ഫഅത്ബഅഹു അശ്ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ. പിശാച് അയാളെ പിന്തുടർന്നു, അയാൾ വഴിപിഴച്ച ആൾക്കാർ കൂട്ടത്തിൽ പെട്ടുപോയി. ചെറിയ ഉദാഹരണമാണോ അയാളെ പറ്റി അള്ളാഹു പറഞ്ഞത്? വലിയ ഇൽമുള്ള ആളായിരുന്നില്ലേ ബൽആം ഇബ്നു ബഊറ? തെറ്റുകുറ്റങ്ങൾ പെരുത്തു വരുന്നത് പരിശുദ്ധ ഖുർആനിന്റെ താക്കീതുകൾ എത്രമാത്രമുണ്ട് നിങ്ങൾ നോക്ക്. കർമ്മങ്ങൾ ചെയ്യുന്നിടത്തുള്ള കുറവ് തിരുത്തണം, കർമ്മങ്ങൾ നന്നായി ചെയ്യണം, തെറ്റുകുറ്റങ്ങൾ വരുത്തുന്നത് നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വൻകുറ്റങ്ങളില്ലാത്ത രൂപത്തിലുള്ള ജീവിതം, ചെറുദോഷങ്ങൾ കൈയൊഴിച്ചുള്ള തഖ്വയിലുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ രാജിയാകും. എന്നും ഖുർആനുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നതിന് വലിയൊരു മാർഗമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് ഖുർആനുമായി നേരം പോക്കിന് വേണ്ടി, ഖുർആനുമായി സന്തോഷത്തോടെ നേരം പോക്കിന് വേണ്ടി രാവും പകലും ചെലവഴിച്ചത്. എത്ര നേരം ഖുർആൻ ഓതിയിട്ടും മതിവരാത്ത മഹതിമാര്, മഹാന്മാർ, അവര് ഖുർആനിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ച് നടന്നത് അങ്ങനെയല്ലേ? പുറത്തൊരാള് വന്നാൽ അയാളോട് സംസാരിക്കുന്നിടത്ത് പോലും ഉമ്മമാരെ, സഹോദരിമാരെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടല്ല സ്വീകരിക്കാൻ പറഞ്ഞ ശൈലി കണ്ടില്ലേ? വലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. വലാ തഖ്ളഅന ബിൽ ഖൗൽ, വാക്കുകൊണ്ട് നിങ്ങൾ കൊഞ്ചിക്കുഴയരുത്. അങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, മനസ്സിൽ രോഗമുള്ളവൻ നിങ്ങളിൽ ആശ വെച്ചു പോകും. വഖുൽന ഖൗലൻ മഅറൂഫാ, നല്ല വർത്തമാനം നിങ്ങൾ പറഞ്ഞേക്കൂ, ശരിയായ വാക്ക് പറഞ്ഞേക്കൂ, വേറെ ഒന്നും നിങ്ങൾ പറയാൻ പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞ് കേൾക്കുന്നവന്റെ മനസ്സിൽ പിശാച് പിന്നെയും തോന്നിപ്പിക്കും, പിന്നെയും പിന്നെയും അവൻ വിളിക്കും. അങ്ങനല്ലേ ഒരു മുമ്പൊരു സ്ഥലത്ത് ഒരു സഹോദരനെ വിളിച്ചൊരു കൂട്ടുകാരൻ ഒരാൾ ഫോൺ ചെയ്തു. ആ ഫോൺ എടുത്തത് ഭാര്യ.
ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുമല്ലോ, ആള് ബാത്റൂമിലൊക്കെ ആവും അറ്റൻഡ് ചെയ്താണ്. അറ്റൻഡ് ചെയ്യുന്ന മോശമൊന്നുമല്ല, കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അറ്റൻഡ് ചെയ്തു. അപ്പൊ അവിടുന്ന് ആള് ചോദിച്ചു, ഭർത്താവ് ഇവിടെ? ഭർത്താവ് ബാത്റൂമിലാണ്. കുറച്ച് കഴിഞ്ഞാലേ എന്ന് പറഞ്ഞാൽ കട്ടാക്കിയാൽ മതി, കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു. ഇനി എത്ര കട്ടാക്കി? കൂട്ടത്തിൽ ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങളെവിടെ? നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ, മക്കളുണ്ടോ? മുഴുവൻ ഡീറ്റെയിൽസും ചോദിച്ചു. അപ്പൊ അവനും തോന്നി ഇത് പിടിച്ചാൽ കിട്ടുന്ന ഒരു പിടിവള്ളിയാണ്, ഒടിച്ചാൽ ചായുന്ന ഒരു കൊമ്പാണെന്ന് തോന്നി. അതേ ടൈം നോക്കിയിട്ട് നേരെ പിറ്റത്തെ ദിവസവും വിളിച്ചപ്പോ ആ പെണ്ണ് പിന്നെയും ചോദിച്ചു, നിങ്ങളെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. അപ്പൊ ഭർത്താവ് നിങ്ങൾ ഫോൺ ചെയ്ത് കേൾക്കൂല, അയാൾ ഉറങ്ങാണ്, പടുത്തൊന്നും നീക്കൂല, 2 മണിക്കൂർ നീ കഴിയും. അപ്പൊ അന്ന് ദീർഘനേരം സംസാരിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് 2 പേർക്കും ഒരുമിച്ച് കഴിയണം. അവൻ പറഞ്ഞു, എന്റെ ഭാര്യ ഒഴിവാക്കുന്ന എനിക്ക് പ്രശ്നമല്ല, അത് അവരെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി, ഇഷ്ടംപോലെ സമ്പത്തുള്ളവരാണ്. നിന്റെ ഭർത്താവിന് എന്ത് ചെയ്യും? അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നല്ല ആരോഗ്യവാനാണ്, ഞാനും കൂടി തരാം, നമുക്ക് 2 പേർക്കും കൊല്ലാം. അങ്ങനെയാണ് ആ ഭർത്താവിനെ കൊന്നത്. നമ്മളൊക്കെ പത്രത്തിലൂടെ വായിച്ചതല്ലേ. ഒരു സംസാരം അതിങ്ങനെ ആവർത്തിച്ചു വന്നപ്പോഴേക്ക് എന്തുണ്ടായി? അവിടെയാണ് അള്ളാഹു പറയുന്നത്, വലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മർദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. പറയുമ്പോൾ നേർക്കുനേരെയുള്ള വർത്തമാനം പറയുക. അപ്പുറമൊക്കെ പറഞ്ഞാൽ മനസ്സിൽ രോഗമുള്ളവന്, ഓനെ മനസ്സിൽ മാനസിക രോഗമുണ്ട്, ആ രോഗമുള്ള ആള് ആശ വെച്ചു പോകും. പിന്നെയും അയാൾ വിളിക്കും. ആ വിളിയിൽ പിന്നെ പെട്ടുപോകാൻ കരുക്കൾ പിശാച്ച് നീക്കും. അങ്ങനെ നീക്കിയാൽ പിന്നെ കുടുങ്ങിപ്പോകും, പിന്നെ രക്ഷപ്പെടാനൊക്കൂല. അള്ളാഹുവിന്റെ വലിയ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന്റെ ഒരു സൗന്ദര്യം എത്രമാത്രം വലുപ്പത്തിലാ നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനാണ് നമ്മളെ വഴി നടത്തുന്നത്. സർവ്വ ആണിനെയും സർവ്വ പെണ്ണിനെയും സർവ്വ പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും പരിശുദ്ധ ഖുർആൻ വഴി നടത്തുന്ന മാർഗത്തിലേക്ക് നമ്മളൊക്കെ മുന്നോട്ട് ഗമിക്കണം. അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള വലിയ ബന്ധം, ആ ഖുർആനിന്റെ താക്കീതുകൾ സ്വീകരിക്കുന്നതിൽ, ആ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ പിറകോട്ട് പോയിക്കൂടാ. ഖുർആൻ പറയുന്ന താക്കീതുകൾ ചെറുതല്ല, ഖുർആൻ പറയുന്ന ശിക്ഷാമുറകളും ചെറുതല്ല, ഖുർആൻ പറയുന്ന അധ്യാപനങ്ങളും ചെറുതല്ല, എല്ലാം വളരെ വലുതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് ആർജിക്കണം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് ഖുർആൻ സന്തോഷം അറിയിക്കുന്നുണ്ട്. അന്നലഹും അജ്റൻ കബീറാ, അവർക്ക് വലിയ കൂലി അല്ലാഹു തആല നൽകും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഖുർആനിന്റെ സന്തോഷമാണ്. ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും വലിയ സൽക്കർമ്മം, ഖുർആൻ ഏത് രൂപത്തിലാണ് ഊന്നി പറഞ്ഞത് എന്നറിയോ? മറ്റു സൽക്കർമ്മങ്ങൾ പറയും പോലെയല്ല. അതാണ് സഹോദരങ്ങളെ നിസ്കാരം. നിസ്കാരം ഒരിക്കലും ഒഴിച്ചു പോകരുത്. അള്ളാഹു നിസ്കാരത്തെ പറ്റി പറഞ്ഞത് തന്നെ മറ്റു കർമ്മങ്ങളൊന്നും പറഞ്ഞതുപോലെയല്ല, വേറിട്ടൊരു ശൈലിയിലാണ്. നിസ്കരിക്കൂ എന്നല്ല അള്ളാഹു പറഞ്ഞത്, പിന്നെ നിസ്കാരം നിലനിർത്തൂ എന്നാ പറഞ്ഞത്. നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരല്ലേ. അഖീമുസ്സലാ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാ ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. നിസ്കരിക്കാൻ പറഞ്ഞിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞത്, നിസ്കാരം നിലനിർത്തൂ. നിലനിർത്തുന്ന നിസ്കാരക്കാരിൽ അല്ലാഹു നമ്മൾ പെടുത്തി തരട്ടെ. അവസരങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗിൽ അല്ലാഹു പെടുത്താതിരിക്കട്ടെ. നിസ്കാരം വളരെ ഘനപ്പെട്ട വിഷയമാണ്. നിസ്കാരത്തിന് സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് പറഞ്ഞപ്പോ ഹാഫിളൂ അലസ്സലവാത്ത് വസ്സലാത്തിൽ വുസ്താ, നിസ്കാരം നിങ്ങൾ നന്നായി സൂക്ഷിക്കണം, അള്ളാഹു നിങ്ങളെയും സൂക്ഷിക്കും. നിസ്കാരം നന്നായി സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മളെയും സൂക്ഷിക്കും. ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കുന്നത് കൊണ്ട് 3 തരം കാവൽ അവന് ലഭിക്കുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ, എല്ലാ നിസ്കാരങ്ങളും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സ്വലാത്തുൽ വുസ്താ, അസ്ർ നിസ്കാരം. അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അസ്റാണ് എന്നാണ്.
സ്വലാത്തുൽ വുസ്തയെ പറ്റി ഫതുഹുൽ മുഈനിലൊക്കെ കാണാം. ആ നിസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കണം, നഷ്ടപ്പെടുത്തരുത്. എന്നാൽ അത് മുഖേന അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം തരുന്നുണ്ട്. ഒന്നാമത്തെ സുരക്ഷിതത്വം എന്താണെന്നറിയോ? നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുന്നു. ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. യഥാർത്ഥ നിസ്കാരം ലോക്കൽ നിസ്കാരമല്ല, ഖുശൂഉള്ള ഇഖ്ലാസുള്ള എല്ലാ അദബുകളും മേളിച്ചുള്ള നിസ്കാരമുണ്ടല്ലോ, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സർവ നീചകൃത്യങ്ങളെ തൊട്ടും അനാചാരങ്ങളെ തൊട്ടും ശരീരത്തെ തടഞ്ഞു നിർത്തും. കുറ്റകൃത്യം ചെയ്യുന്നവനാണോ അവന്റെ മനസ്സിൽ അതിനോട് മടുപ്പ് വരും. നിസ്കരിക്കുന്ന ശരീരം പറയും, മനസ്സ് പറയും, നീ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നീ അല്ലാഹുവിന്റെ മുന്നിൽ നെറ്റിവെക്കുന്നവനല്ലേ, സർവ അവയവങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ അർപ്പിക്കുന്നവനല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. മനസ്സിൽ നിന്നൊരു ഉൾവിളി അങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കും. ആ ശരീരത്തെ പൂർണ്ണമായി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേ, നിസ്കാരം വിട്ടിട്ടൊരു വിഷയത്തിലേക്കും നമ്മൾ കടക്കരുത്. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നിസ്കാരം മുഖ്യമായി കരുതണം. സ്വഹാബത്ത് വലിയൊരു അടയാളമായി കണ്ടത്, ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിൽ അടയാളമായി കണ്ടത് നിസ്കാരമാണ്. ചിലപ്പോ പറയും എല്ലാ വിഷയത്തിലും ആളുഷാറാണ്. അങ്ങനെ പറയുമ്പോ കൂട്ടത്തിൽ ചോദിക്കും, നിസ്കാരത്തിലോ? അത് മാത്രങ്ങൾ ചോദിക്കരുത് എന്ന് പറയും. എല്ലാത്തിലും ആള് സജീവാണ്. സജീവാന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ മാന നിസ്കാരത്തിൽ സജീവുണ്ട്. ആ സജീവത അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരിക്കൽ പോലും ഒരു നിസ്കാരം ഒഴിവാക്കുന്ന ഒരു സ്വഭാവം, അതിലാണ് താല്പര്യം. അതുകൊണ്ടല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിലല്ലേ മഹാനവറുകൾക്ക് കുത്തേറ്റത്? നിസ്കാരത്തിനോട് അവരുടെ ബന്ധം നോക്ക് നിങ്ങൾ. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് അയക്കുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവനകൾ അതിലിടണം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് കടത്തി. ബോധം തെളിഞ്ഞു മഹാനവറുകൾ ചോദിക്കുന്നു, കൂടെ നിൽക്കുന്നു, അപ്പുറത്ത് മക്കളുണ്ട്, സ്വഹാബിമാരുണ്ട്. നിസ്കാരത്തിലാണല്ലോ എനിക്ക് കുത്തേറ്റത്, നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്തു? ഖലീഫക്ക് കുത്തുകൊണ്ടാൽ സഹോദരന്മാരെ ചിതറിപ്പോകൂലേ? എല്ലാവരും നിസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പോകൂലേ? മകൻ പറഞ്ഞു, ബാപ്പാ നിസ്കാരം ഞങ്ങൾ വിട്ടിട്ടില്ല. നേരെ പിന്നിലെ സൊഫിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നിന്ന് ജമാഅത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹംദുലില്ലാഹ്, എന്റെ ഒരു കാരണം കൊണ്ട് പോലും ഒരു ജമാഅത്തിന് ഭംഗം വന്നിട്ടില്ലല്ലോ. നിസ്കാരത്തിനൊരു ബന്ധം നോക്ക് നിങ്ങൾ. ഒരിക്കലും നിസ്കാരം വിടരുത് എന്നല്ലേ ഈ കൽപ്പന. സഹോദരന്മാരെ, ആ കൽപ്പന ചെറുതല്ല. നിസ്കാരത്തെ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്നാൽ നിസ്കാരം നമ്മളെയും സൂക്ഷിക്കും. സൂക്ഷിക്കുന്ന ഒരു വിധാനമാണ്, തെറ്റുകുറ്റങ്ങളിൽ നമ്മുടെ ശരീരത്തിന് നിസ്കാരം കാവലേർപ്പെടുത്തുകയാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ നിസ്കരിക്കുന്ന ഒരാൾക്ക് ശരിയായ നിസ്കാരക്കാരന് സാധിക്കൂല. അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. നിസ്കാരമില്ലേ, ആ ശരീരത്തിലേക്ക് എന്തും വന്നു ചേരും. ഏത് അനാവശ്യങ്ങളും ആ ശരീരത്തിന് ഇഷ്ടമായി തോന്നും. എന്തും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നും. നിസ്കാരം ഒഴിവാക്കുന്നവരാണോ അവർക്കും അല്ലറ ചില്ലറകളെ തെറ്റുകളൊന്നും ചെയ്യുന്നത് സാരമില്ലെന്ന് തോന്നും. അതുകൊണ്ട് നിസ്കാരത്തിൽ തീവ്ര മനോഭാവം സൂക്ഷിക്കണം. ഖുർആനിന്റെ നിർദ്ദേശമാണ്. രണ്ടാമത് നിസ്കാരം കൊണ്ട് കിട്ടുന്ന കാവലെന്താണെന്നറിയോ? വലിയ സഹായം നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരും. നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന സഹായം പോലെയല്ല നിസ്കരിക്കാത്തവർക്ക് കിട്ടുന്ന സഹായം. റഹ്മാനായതുകൊണ്ട് അല്ലാഹ് എല്ലാരെയും സഹായിക്കും. തീരെ നിസ്കരിക്കാത്ത ആൾക്കാർക്കും വലിയ സമ്പത്ത് അല്ലാഹ് കൊടുക്കുന്നുണ്ട്. അതവരെ ഇഷ്ടപ്പെട്ടിട്ടല്ല, അല്ലാഹ് റഹ്മാനായതുകൊണ്ടാണ്. ഒരിക്കൽ പോലും അല്ലാഹ് വിളിക്കാത്ത ആളും വലിയ കോടീശ്വരനായിട്ടില്ലേ? അത് അല്ലാഹ് റഹ്മാനായത് കൊണ്ട് കൊടുക്കുകയാണ്. അതേ സമയത്ത് നിസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന സഹായമോ അത് ചെറുതല്ല, വലുതാണ്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി സൈന്യങ്ങളായി മലക്കുകളെ ഇറക്കി കൊടുത്തത് ബദറിലല്ലേ? അതിനൊരു വലിയ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം വിലയിരുത്തപ്പെട്ടില്ലേ?
അതേ യുദ്ധം തുടങ്ങിയപ്പോഴേക്ക്, സമരം തുടങ്ങിയപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറെ നേരം സുജൂദിൽ തലവെച്ചപ്പോൾ ഞാനൊന്ന് കാതടുപ്പിച്ചു വെച്ച് നോക്കി എന്താണ് ചൊല്ലുന്നത് എന്ന് കേൾക്കാൻ. അപ്പൊ സുജൂദിൽ ആവർത്തിച്ച് തങ്ങൾ ചൊല്ലുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം. ആ ദിക്ർ അങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോഴേക്ക് മലക്കുകൾ വന്നുപോയി. ഖദ് ജാഅത്തിൽ ബുശ്റാ, സന്തോഷം വന്നെത്തിപ്പോയി. സഹായത്തിന് അല്ലാഹു വെച്ചൊരു മാർഗമല്ലേ നിസ്കാരം. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് സഹായം തേടുക. എന്ത് പ്രതിസന്ധി വന്നാലും നിസ്കരിച്ച് അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേറൊരു ഉത്തരമുണ്ട്, അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി വന്നാലും 2 റക്അത്ത് നിസ്കരിച്ച് ദുആർക്കുന്ന പതിവുണ്ടായിരുന്നു. അത് തന്നെയാണ് മഹാന്മാരൊക്കെ സ്വീകരിച്ചിരുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത് പലപ്പോഴും നിസ്കാരം നിർവഹിച്ചിട്ടല്ലേ. നിസ്കാരം നിർവഹിച്ചിട്ടുള്ള പ്രാർത്ഥന, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന, അത് സഹായത്തിന്റെ വലിയ കാരണമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവോട് അവിടുത്തെ തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, അനസ് തങ്ങളെ ഇക്കൊല്ലം കിട്ടുന്ന കാരൊക്കെ കുറഞ്ഞു പോകും, മഴയില്ലാതെ പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഴ വേണോ? നൊപ്പം മഴ തരാം. ഒരു മുസല്ല എടുത്ത് മരുഭൂമിയിലിട്ട് 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ദ്വാരുന്നു, വേഗം പോയിക്കോളൂ മഴ വരുന്നു പറഞ്ഞു. തൊഴിലാളി പോയി നോക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ മാത്രം മഴ പെയ്യുന്നു. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ട് കിട്ടുന്ന സഹായം ചെറുതല്ല. നിസ്കാരം കൊണ്ട് വലിയ സഹായം കിട്ടും, ദുനിയാവിലും കിട്ടും ആഖിറത്തിലും കിട്ടും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം നിസ്കാരത്തിന്റെ ശഫാഅത്താണ്. നാളെ ആഖിറത്തിൽ നിസ്കാരം ശഫാഅത്തിന് വരും. നിസ്കാരത്തിൽ ഓതിയ സൂറത്തുകൾ ശഫാഅത്ത് ചെയ്യും, അത് വേറെയാണ്. നിസ്കാരം തന്നെ ശഫാഅത്തിന് വരും. റബ്ബേ, അയാൾ നിസ്കരിക്കുന്ന ആളായിരുന്നല്ലോ, നിന്റെ മുന്നിലല്ലേ നെറ്റി വെച്ചിരുന്നത്, കൈവച്ചിരുന്നത്, കാൽമുട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് അയാളെ വിഷയത്തിൽ ഞാൻ നിന്നോട് റെക്കമെൻഡ് ചെയ്യുകയാണ്, അയാളെ അദാബിലാക്കരുത്, ഫിത്നയിലാക്കരുത്. നിസ്കാരം ശഫാഅത്തിന് വരികയാണ്. സഹോദരന്മാരെ, നിസ്കാരം വലിയ ശുപാർശക്ക് കാരണമാണ്. അതുകൊണ്ട് നിസ്കാരം പതിവായി ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ ഏറ്റവും കൂടുതൽ ആജ്ഞാപിക്കുന്ന ഒരാജ്ഞയാണ്. നിസ്കാരം എപ്പോഴെല്ലാം ഖുർആന് പറഞ്ഞു. യുദ്ധത്തിൽ വരെ നിസ്കാരത്തിന്റെ ശൈലി ഖുർആൻ പറഞ്ഞില്ലേ? നാട്ടിലൊരു സ്ഫോടനമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, ആളുകൾ ഞെട്ടോട്ടമോടുകയാണ്. ആ ഓട്ടത്തിലും നിസ്കാരമുണ്ടല്ലോ നമ്മുടെ ശരീരത്തോട് ബന്ധിച്ച് നിൽക്കുന്നത്. അപ്പോൾ ചില നിബന്ധനകളൊന്നും നമുക്ക് വിധേയമല്ലെങ്കിലും, നമുക്ക് ബാധകമല്ലെങ്കിലും, നിസ്കാരം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാ. അപ്പോഴും അത് മുറുകെ പിടിക്കണം, എല്ലാ ഘട്ടങ്ങളിലും അത് മുറുകെ പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനോടുള്ള ബന്ധം നമ്മൾ അധികരിപ്പിക്കണം. കഴിവിന്റെ പരമാവധി ഖുർആൻ പഠിക്കണം, ഏറെ പഠിക്കണം. ഖുർആൻ പരിസരങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരെ കൊണ്ട് ക്ലാസ് സംഘടിപ്പിച്ച് ഖുർആനെ പറ്റി പഠിക്കും. ഓതുന്ന ഫാത്തിഹ, ഓതുന്ന സൂക്തങ്ങൾ, ആയത്തുകൾ, അധ്യാപനങ്ങൾ, അധ്യായങ്ങൾ, അത് പഠിച്ചെടുത്താൽ വലിയ ഭാഗ്യമല്ലേ. ഖുർആനിന്റെ തഫ്സീർ അറിയുന്ന ആളുകൾക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിരുന്ന സ്ഥാനം ചെറുതല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഷാവറയിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നല്ല പ്രായമുള്ളവരാണ്. ഒരാൾ പ്രായം കുറഞ്ഞ ആളായിരുന്നു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നന്നേ പ്രായം കുറഞ്ഞ ആൾ. അപ്പൊ പ്രായമുള്ള സ്വഹാബിമാരൊക്കെ പറഞ്ഞു, എന്താ ഒരു കുട്ടിയെ മാത്രം എടുത്തത്? ഞങ്ങൾക്കുണ്ടല്ലോ ഇതുപോലെ കുറെ ചെറുപ്പക്കാരായ കുട്ടികൾ, എന്നാ എല്ലാരെയും ഓരോ കുട്ടികളെ എടുത്തുകൂടെ മുഷാവറയ്ക്ക്? ഉമർ റളിയല്ലാഹുവിന്റെ മുഷാവറ അത് ചെറിയ മുഷാവറയൊന്നുമല്ല. ആ മുഷാവറയിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നല്ല പ്രായം കൂടിയവരാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രം പ്രായം കുറഞ്ഞ ആള്. അപ്പൊ ഇത് പലരും സംശയാക്കിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇന്നഹു മിൻ ഹൈസു അലിംതും, ഞാൻ ആ കുട്ടിയെ മുഷാവറയിൽ എടുത്തത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം.
നിങ്ങൾക്കൊക്കെ അറിയുന്ന രൂപത്തിലൂടെ തന്നെയാണ് എടുത്തത്. എനിക്കൊരു സ്പെഷ്യൽ റെക്കമെൻഡ് കിട്ടിയിട്ടോ എന്തെങ്കിലും പാരിതോഷികം കിട്ടിയിട്ടോ എടുത്തതല്ല. നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി തരാം. എല്ലാവരോടും ചോദിച്ചു. അവസാനം ഖുർആനിൽ ഇറങ്ങിയ സൂറത്തല്ലേ സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇതിന്റെ തഫ്സീർ പറയൂ എന്ന് പറഞ്ഞു പ്രായമുള്ള സ്വഹാബിമാരോടൊക്കെ. അവര് പറഞ്ഞു, മക്കാ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം നാടുകളിൽ നിന്ന് നബിതങ്ങളെ കാണാൻ ഇസ്ലാമിലേക്ക് ആളുകൾ കൂലം കുത്തി ഒഴുകിയാൽ അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നബിതങ്ങൾ കൂടുതൽ തസ്ബീഹും ഹംദും ഒക്കെ കൂടുതൽ അധികരിപ്പിക്കണം, ഇസ്തിഗ്ഫാറൊക്കെ കൂടുതൽ ചൊല്ലണം എന്നാണ് അതിന്റെ തഫ്സീർ. അതൊരു തഫ്സീറാണ്. എല്ലാവരും പറഞ്ഞ തഫ്സീർ ഇങ്ങനെയാണ്. ഈ കുട്ടി ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പറയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ആയുസിന്റെ അവധിയാണ്. മക്കാ വിജയം നടന്നു കഴിഞ്ഞാൽ എല്ലാ നാടുകളിലേക്കും ഇസ്ലാമിന്റെ വെളിച്ചം വീശിയാൽ പിന്നെ തങ്ങളെ ഇവിടെ ഭൂമി ലോകത്ത് ആവശ്യമില്ല നബിയെ. തങ്ങൾ എന്റെ ഹദറത്തിലേക്ക് വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും എന്റെ അടുത്തേക്ക് വരാൻ കാലമാകുമ്പോ നേരത്തെ ചൊല്ലുന്നതിനേക്കാളും അധികരിപ്പിച്ചോളൂ നബിയേ. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം സുന്നത്ത് നിസ്കാരത്തിൽ അതേ റുക്കൂയിലും സുജൂദിലും തങ്ങൾ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ സുജൂദിൽ തന്നെ തങ്ങൾ എന്താണ് തലവെക്കാത്തത് എന്ന് സ്വഹാബത്ത് ചിന്തിച്ചിട്ടുണ്ട്. അത്ര നേരം സുജൂദിൽ തലവെച്ച് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, റുക്കൂയിലും ചൊല്ലിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും അവിടുന്ന് ചിരിച്ചിട്ടില്ല. കാരണം അല്ലാഹു ഒരുക്കം തന്നുപോയി, അടയാളം തന്നുപോയി, യാത്രക്ക് വേണ്ടി ഒരുങ്ങാനായി. നേരത്തെ ഒരുങ്ങിയ ആളാണെങ്കിലും ഒന്നുകൂടി ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവധിയെ പറ്റി പറയുന്ന സൂറത്താണെന്ന് ആ ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് മുഴുവനും സമ്മതിച്ചുപോയി. ആ മുശാവറയിലേക്ക് പരിഗണിച്ചതും ഖുർആനിന്റെ ഇൽമു കൊണ്ടാണ്. ഖബറിലേക്ക് നബി തങ്ങൾ സ്വഹാബിമാർക്കിടയിൽ സ്ഥാനം കൊടുത്തതും ഖുർആനിന്റെ മഹത്വം കൊണ്ടല്ലേ. ഉഹദിൽ എത്ര ആളുകളാണ് ഷഹീദായത്? ഒരു ഖബറിൽ തന്നെ 2 ആളുകളെ വെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, അയ്യുഹും അക്സറു അഖ്ദൽ ലിൽ ഖുർആൻ, ഇവരെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ഖുർആൻ പഠിച്ചവർ? ഫൈദാ ഉശീറ ഇലാ അഹദിഹിമാ, ഒരാളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഖദ്ദമഹു ഫിൽ ലഹദി, ആദ്യം ഖബറിലേക്ക് മുന്തിക്കുന്നു. അതൊരു ചെറിയ പരിഗണനയല്ല. എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെ ഖുർആനിന്റെ ആളുകൾക്ക് പരിഗണനയുണ്ട്. നമ്മളും ഖുർആനുമായി വലിയ ബന്ധം വേണം. ഒരിക്കൽ പോലും ആ ബന്ധം നമ്മുടെ ജീവിതത്തിലെ വ്യവസ്ഥകൾ കൊണ്ട്, ജീവിതത്തിലെ ജോലികൾ കൊണ്ട് തടസ്സമാകരുത്. എന്നും ഖുർആനെടുത്ത് കഴിവിന്റെ പരമാവധി ഓതണം. എന്നെ കൂടുതൽ ഓതിയ ആളാണെന്ന് ഖുർആൻ പറയുമ്പോ അന്നലക്കെങ്കിലും ഒരു രക്ഷ കിട്ടാനാണ്. അമലുകളിലൊക്കെ നമുക്ക് പോക്കാണ്, ഇൽമുകളൊക്കെ നമുക്ക് കുറവാണ്. പക്ഷേ ഖുർആൻ കൊണ്ട് ജയം കിട്ടാനാണ്. മനസ്സറിഞ്ഞ് നരകമെന്ന് പറഞ്ഞത് കേൾക്കുമ്പോ, സ്വർഗമെന്ന് പറഞ്ഞത് കേൾക്കുമ്പോ, അദാബെന്ന് പറഞ്ഞത് കേൾക്കുമ്പോ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയാലോ. ഇത്തതുലുഹാ ഖീഫതൻ മിൻ ഹർരിനാരി ലളാ അത്ഫതഹറലളാ മിൻ വിർദിഹ ശബിമി. നരകത്തിന്റെ ചൂടിനെ പോലും തണുപ്പിക്കാൻ നിനക്ക് കഴിയും. അതാ നരകത്തിന്റെ ചൂട് പേടിച്ചിട്ട് നീ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയാൽ അത്ഫതഹറലളാ
അത്യുഷ്ണമുള്ള നരകത്തിന്റെ ചൂട് കെടുത്തിക്കളയും. മിൻ വിറുദിഹ ശബിമീ, നല്ല തണുപ്പുള്ള സുഗന്ധപൂരിതമായ ആയത്തുകൾ കൊണ്ട്, ഖുർആൻ കൊണ്ട് നിനക്ക് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്താൻ കഴിയുമെന്നാണ് ബുസീരി ഇമാം തങ്ങൾ പറയുന്നത്. അതുകൊണ്ടല്ലേ ഖുർആൻ കൊണ്ട് മഹാന്മാര് രാത്രിയൊക്കെ ഉറക്കം കഴിച്ചത്. രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് ഖുർആനിന്റെ അടിയൊഴുക്കുകൾ ചിന്തിച്ചില്ലേ മഹാരഥന്മാർ? രാത്രി മുഴുവനും ഖുർആൻ ഓതിയിട്ട് ഖുർആനിൽ ലയിച്ചപ്പോൾ അമ്പ് വന്ന് ശരീരത്തിൽ തറച്ചിട്ട് പോലും അറിയാതെ വീണ്ടും മോദിപ്പോയി. എത്ര വലിയ ബന്ധമാണ് അവരെ ഖൽബും ഖുർആനുമായിട്ടുള്ളത്. ഖുർആനുമായി കൂടുതൽ ബന്ധം പുലർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ ബന്ധമൊന്നുമല്ല. യുദ്ധം കഴിഞ്ഞ് വന്ന ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുമ്പോ 2 സ്വഹാബിമാരെ കാവൽ നിർത്തി രാവിലെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഈ കാവൽ നിർത്തിയ സ്വഹാബിമാര് ഏതായാലും വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിസ്കാരം തുടങ്ങി. നിസ്കാരം തുടങ്ങിയിട്ട് അവരങ്ങനെ ഓതുന്നു, നിസ്കരിക്കുന്നു. അവരെ ശരീരത്തിൽ അമ്പ് തറച്ചിട്ട് അതിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തേക്ക് പുറത്തേക്ക് വന്നിട്ട് ആ പുറത്തു വന്ന ഭാഗത്തിലൂടെ രക്തം ഉറ്റി വീണിട്ട് താഴെ കിടക്കുന്ന ആളുകളുടെ കണ്ണിലും കാതിലും പോയി ഒലിച്ചിറങ്ങിയിട്ട് അവർ എണീറ്റ് നോക്കുമ്പോഴാണ് രക്തം അങ്ങനെ ഉറ്റി വീഴുന്നു. ഈ 2 പേരും അറിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ ബന്ധമല്ലേ? ഖുർആൻ കൊണ്ട് ഖൽബിയായ ബന്ധം സാധിച്ചപ്പോ ശരീരത്തിന് വന്ന പരിക്ക് പോലും അറിയാതെ പോയി. അവരെണീറ്റ് നോക്കുമ്പോ 2 പേരും നിസ്കാരത്തിലാണ്. 2 ആളുകളുടെ ശരീരത്തിലേക്കും അമ്പ് വന്ന് തറച്ചിട്ടുണ്ട്. രക്തം അത്രയും ഉറ്റിപ്പോയിട്ടും ബോധം കെടാതെ പരിശുദ്ധ ഖുർആനിന്റെ ഓത്തിലായി അതിന്റെ അന്തർധാരയിലൂടെ മനസ്സിനെ അങ്ങനെ നീക്കിക്കൊണ്ടുപോയപ്പോ ശരീരത്തിന് വന്ന പരിക്കവര് അറിഞ്ഞില്ല. സഹോദരങ്ങളെ, ഇതൊരു ചെറിയ സന്തോഷമല്ല, ഇത് വലിയൊരു ഭാഗ്യമാണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കിയപ്പോ അവരെ ശരീരത്തിനും അവരുടെ സ്വഭാവത്തിനും വന്ന മാറ്റമുള്ള വലിയ അവസ്ഥ ഇതാണ്. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ നന്നായി ഓതുന്നവരിൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കഴിവിന്റെ പരമാവധി ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയിട്ട് തന്നെ ജീവിതത്തിൽ ലാഭം കണ്ടെത്തിയ സ്വഹാബിമാരില്ലേ? കടം കുടുങ്ങിപ്പോയി. ഖുർആനിൽ എന്തിനാ പരിഹാരമില്ലാത്തത്? എല്ലാത്തിനും പരിഹാരം ഖുർആനിലുണ്ട്. പക്ഷെ നമ്മൾ അറിയണം എന്നുള്ളൂ. അറിയാത്തൊരു കുറവുകൊണ്ട് നമുക്കൊന്നും തോന്നൂല എന്നുള്ള. മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് കാണുന്നില്ല ഒരു സ്വഹാബിയെ. 2-3 ദിവസം കാണാതിരുന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, എവിടെയാണ്? അപ്പൊ പറയലുണ്ട് എന്ന് പറഞ്ഞു. എന്നാ വരാൻ പറയുന്നു. വന്നപ്പോ പറഞ്ഞു, നബിയെ ഒന്നുമല്ല, കുറച്ച് കടമുള്ളത് കൊണ്ട് വരാന്നാണ്. നിസ്കരിച്ചിട്ടുണ്ട്. കടമുള്ളത് കൊണ്ട് കടം കൊടുക്കാനുള്ള ആള് ജമാഅത്തിന് വരുമ്പോ ആളെ കാണുന്നൊരു പേടിയാണ്. കടം സംഗതി ഒരു പേടി തന്നെയാണല്ലോ. വീട്ടാളുള്ള ആൾക്കാർക്കല്ലേ അതിന് ബേജാറുള്ളൂ. അല്ലാഹു എളുപ്പം കൊടുക്കട്ടെ. അപ്പൊ കടക്കാരൻ ഇങ്ങനെ വന്ന് ജമാഅത്ത് നിൽക്കുമ്പോ മൂപ്പരിങ്ങനെ നോക്കും. അപ്പൊ ഞാൻ ഈ തക്ബീറൊന്നും കിട്ടിയാൽ പിന്നെ അതൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റ് ആവൂല. അപ്പൊ ഞാൻ അവിടെ വീട്ടിൽ കൂടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ ആയത്ത് ഓതിത്തരാം, നിങ്ങളിത് ഏറെ ഓതിക്കോളൂ, കടമല്ലാഹു വീട്ടിത്തരും. ആ സ്വഹാബിക്ക് ഓതാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. കുറച്ച് കാലം ഓതിയിട്ട് പിന്നെ ജമാഅത്തിൽ സജീവായി. കടം വീടിച്ചോ കടക്കെ വേഗം വീടിന്നു. നമ്മളത് കടം വിടാൻ വേണ്ടി മാത്രം ഓതും, പിന്നെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യൂലേ. അങ്ങനെ ആകരുത്. നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. മറ്റൊരു സ്വഹാബിയോട് പറഞ്ഞത്, കടണ്ടോ? നബിയെ, കട എമ്പാടുണ്ട്. എനിക്ക് അയൽക്കാരൊക്കെ നോക്കാൻ പേടിയാണ്. കാരണം അയൽഭാഗത്തു നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്.
ആവശ്യത്തിന് വാങ്ങിയതാണ്. കട ആവശ്യത്തിന് വാങ്ങാലോ, കൊടുക്കണം എന്നുള്ള നിയത്തോടെ വാങ്ങിയാൽ മതി, എന്നാ കൊടുക്കാനുള്ള തോഫീക്കുണ്ടാവും. കൊടുക്കരുത് എന്നുള്ള നിയത്തോടെ വാങ്ങിയാ പിന്നെ കയ്യിൽ എത്ര കിട്ടിയാലും പിന്നെ എന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകും. അപ്പൊ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു പറഞ്ഞപ്പോ പുരയിലെന്നും കയറുമ്പോ വീട്ടിൽ കയറുമ്പോ വീട്ടുകാരോട് സലാം പറഞ്ഞിട്ട് ഉമ്മരപ്പടിന്ന് എന്നും ഒരു വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. തങ്ങൾ പറഞ്ഞെടുത്തൊരു മാർഗാണ് പരിശുദ്ധ ഖുർആനിന്റെ പരിഹാരം. സൂറത്തുൽ ഇഖ്ലാസ് എന്നും ഓതിക്കൊള്ളിന്ന് പറയും. പുരയിൽ അങ്ങനെ കയറുമ്പോ ഒരു ദിവസം പുരയൊക്കെ എത്ര വട്ടം കയറും അപ്പോഴൊക്കെ സലാം പറഞ്ഞിട്ട് ഉമ്മരപ്പടിയുന്നൊരു ഇഖ്ലാസ് സൂറത്ത് ഓതാൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു കൊട്ട കാരക്കേറ്റ സ്വഹാബി വരാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേന്ന് ചോദിച്ചു, കടക്ക വീടി, പൈസ ബാക്കിയായപ്പോ കുറച്ച് കാരക്കി വാങ്ങി പോകുന്നതാണ്. കടം വീടിയിട്ടും പണം ബാക്കി. അപ്പൊ സന്തോഷത്തിന് ഒരു കൊട്ട കാരക്കേറ്റ് വന്നതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന പരിഹാരം നോക്ക് നിങ്ങൾ. അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ശരീരത്തിന്റെ രോഗങ്ങൾക്കൊക്കെ ഖുർആനിൽ ശിഫയുണ്ട്. പക്ഷെ നമ്മൾ അറിയണമെന്നേ ഉള്ളൂ. ഒരൊറ്റ രോഗത്തിനും ഖുർആൻ ശിഫ പറയാത്തതില്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ട് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാകണം. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാൽ കുറെ നേരം വാല് നീട്ടാൻ തോന്നും. പക്ഷെ ഇവിടുന്ന് പോയി നാളെ കുറച്ചെങ്കിലൊക്കെ കിതാബ് ഓതി കൊടുത്ത് 10 മണിയാകുമ്പോ ഫ്ലൈറ്റ് കയറി പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകണം. നാളെ അവിടെയാണ് പരിപാടി. അങ്ങനെ ഇത് ഒത്തു വന്നത് എങ്ങനെയെന്നറിയില്ല. അതുകൊണ്ട് പിന്നെയും നീണ്ട സംസാരം പിന്നെ ആകാം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് വലിയ ബന്ധമുള്ള മഹാന്മാർ അവര് എല്ലാ വിഷയത്തിനും മതിയാക്കിയത് ഖുർആനെയാണ്. ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദല്ലേ റുഫൈ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു. ചുരുക്കപ്പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, ഇമാം അബുൽ ആലിയ റളിയല്ലാഹു അൻഹു. അബുൽ ആലിയ തങ്ങൾ ചെറിയ മഹാനല്ലല്ലോ, വലിയ മഹാനാണ്. മഹാനുഭാവൻ ഡമസ്കസിലേക്ക് പോകുന്നൊരു യാത്രയിൽ അവിടുത്തെ കാലിന് ഒരു ചെറിയ പ്രാണി കടിച്ചു. ആ കാലിന്റെ വേദന ഇങ്ങനെ കൂടി വന്നു. രാജാവിന്റെ ഹദറത്തിലെത്തിയപ്പോൾ കാല് വീങ്ങി തുടിച്ചിട്ടുണ്ട്, നന്നായി വലുപ്പം കൂടിയിട്ടുണ്ട്, കാലനക്കാൻ പറ്റുന്നില്ല. രാജാവ് ഇത് കണ്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടുപോയി. വൈദ്യന്മാരെ കൊണ്ടുവന്നു. അവര് പറഞ്ഞു, മുറിച്ചു മാറ്റുകയല്ലാതെ വേറെ ചികിത്സയില്ല. ഇപ്പോൾ എവിടെയാണോ വിഷാംശങ്ങൾ എത്തിയത് അവിടെ മുറിച്ചു മാറ്റിയാൽ ബാക്കി ഭാഗം മുടങ്ങിയിട്ട് ശിഫ കിട്ടും. അല്ലെങ്കിലോ അതങ്ങനെ കാൽമുഖേന ശരീരത്തിലേക്ക് മുഴുവനും പടർന്നു പിടിച്ച് മരണത്തിൽ കലാശിക്കും. ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും. കാല് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചപ്പോ അവരെ കൂട്ടത്തിൽ നിന്നൊരു വൈദ്യൻ ചോദിച്ചു, കാല് ഞങ്ങൾ മുറിച്ചു മാറ്റുന്നത് പച്ചയായിട്ടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തരട്ടെ, മസ്താക്കാനാണ് പറയുന്നത്. മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ എന്റെ ബുദ്ധി മസ്താക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഞാൻ ഈ മുറിക്കുന്നതിൽ നിങ്ങൾക്ക് എന്റെ വേദന വിഷമമായി തോന്നുന്നുണ്ടെങ്കിൽ വിഷമം അറിയാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എന്റെ അടുത്ത് നല്ല ഓത്തറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് നിർത്തുക. അയാളങ്ങ് ഓതുമ്പോ എന്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് എന്റെ കവളൊക്കെ തുടിച്ചു നിൽക്കുന്ന മാസ്മരികമായ ഒരവസ്ഥ നിങ്ങൾ കാണുമ്പോ കാലങ്ങ് മുറിച്ചോളൂ, വേദന ഞാൻ അറിയൂല. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ആലിയ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുന്ന ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഖുർആൻ അങ്ങനെ ഓതുമ്പോ മഹാനവറുകളുടെ ശരീരം വല്ലാത്ത സന്തോഷത്തോടെ നല്ല ഉണർവോടെ നിൽക്കുന്നത് കണ്ടപ്പോ മുറിച്ചു മാറ്റേണ്ട ഭാഗം കാലങ്ങ് മുറിച്ചു മാറ്റി. പടച്ചതുപോലുമില്ല, ശബ്ദിച്ചതുപോലുമില്ല. ഇന്നത്തെ അനസ്തേഷ്യന്റെ സ്വഭാവം ഒന്നും വന്നില്ല. സഹോദരങ്ങളെ, അന്ന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഹാന്മാരുടെ ആയുധം, അവരുടെ മാർഗം ഖുർആൻ തന്നെ. എല്ലാ വിഷയത്തിലും രക്ഷക്കും കാവലിനും സഹായത്തിനും പരിശുദ്ധ ഖുർആനുണ്ട്. എന്താ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം തരാനും സ്വീകരിക്കേണ്ട വിധത്തിലൊക്കെ അത് സ്വീകരിച്ച് ജീവിതം നന്നാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹ് ഖബൂലാക്കി തരട്ടെ.